ഹായ് പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. എന്തൊക്കെയാണ് സൺഡേ സ്പെഷ്യൽ പരിപാടീസ് എന്ന് പറയണം. വാർത്തയിലേക്ക് വന്നാൽ ഏതാണ്ട് പൂർണ്ണമായി തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോകുന്നു വാർത്തയും. പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് പോകാൻ ഇടനില നിൽക്കുന്നത് ലോക്നാഥ് ബെഹ്റയാണെന്ന് മാത്രമല്ല, അതിന് തെളിവ് കൈവശമുണ്ടെന്ന് പറയുകയാണ് പ്രതിപക്ഷ നേതാവ്. പിന്നെ ഇലക്ഷൻ കമ്മീഷണർ അരുൺ ഗോയലിന്റെ അപ്രതീക്ഷിത രാജി, BJP സ്ഥാനാർത്ഥിയാവാനുള്ള രാജിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് കോൺഗ്രസ്. പിന്നെ കട്ടപ്പനയിലെ ദുരൂഹ കൊലപാതകം. അങ്ങനെ ഞായറാഴ്ചയാണെങ്കിലും ഒരുപാട് വാർത്തകൾ പറയാനുണ്ട്. വെൽക്കം ഡിയേഴ്സ്, ഗുഡ് ആഫ്റ്റർനൂൺ വിത്ത് ഹാഷ്മി. അപ്പോൾ പതിപോലെ പ്രിയപ്പെട്ട റിപ്പോർട്ടർമാർ, പ്രിയപ്പെട്ട പ്രേക്ഷകരോട് വാർത്തയുടെ തലക്കെട്ടുകൾ പറയുന്ന സമയമാണ്. വാർത്താ സംക്ഷിപ്തം പറയുന്ന സമയമാണ്. ഹെഡ്ലൈൻസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയലിന്റെ രാജിയിൽ അമ്പരന്ന് ദേശീയ രാഷ്ട്രീയം. അപ്രതീക്ഷിത രാജി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന ഒരുക്കങ്ങൾക്കിടെ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി അരുൺ ഗോയലിന് ഭിന്നതയെന്ന് സൂചന. BJP ടിക്കറ്റിൽ മത്സരിക്കാനാണോ രാജിയെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ്. പുതിയ അംഗങ്ങളെ തീരുമാനിക്കാനുള്ള സമിതി യോഗം അടുത്തയാഴ്ച. നാടിനെ നടുക്കിയ കട്ടപ്പന കൊലപാതക കേസിൽ തെളിവെടുപ്പ്. കാഞ്ചിയാർ സ്വദേശി വിജയനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ചുറ്റിക കണ്ടെടുത്തു. മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ വീടിന്റെ തറ പൊളിച്ച് പരിശോധന. പ്രതി നിതീഷിനെ സഹായിച്ച വിജയന്റെ ഭാര്യയും മകനെയും പ്രതിപ്പട്ടികയിൽ ചേർത്തു. 2016 സ്വന്തം കുഞ്ഞിനെ നിതീഷ് കൊന്ന് കുഴിച്ചുമൂടിയത് അന്ന് താമസിച്ചിരുന്ന വീടിനോട് ചേർന്നുള്ള തൊഴുത്തിലെന്നും പോലീസ്. പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനത്തിൽ ലോക്നാഥ് ബെഹ്റയ്ക്കെതിരെ ആരോപണം കടുപ്പിച്ച് കോൺഗ്രസ്. ലോക്നാഥ് ബെഹ്റയ്ക്ക് അതിൽ പങ്കുള്ള കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ തെളിവുകളുണ്ട്, ഇവര് നിഷേധിക്കട്ടെ, അല്ലെന്ന് പറയട്ടെ, ഞങ്ങൾ ആ തെളിവുകൾ ഹാജരാക്കാം. സംഭവത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആലപ്പുഴയിൽ KC വേണുഗോപാലിന്റെ റോഡ് ഷോ. അതൃപ്തി പരസ്യമാക്കിയ ഷമാ മുഹമ്മദ് കോൺഗ്രസിൽ ആരുമല്ലെന്ന് K സുധാകരൻ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക്. വെള്ളിയാഴ്ച പാലക്കാട് റോഡ് ഷോ. പ്രവർത്തകരോട് ക്ഷോഭിച്ചതിൽ വിശദീകരണവുമായി സുരേഷ് ഗോപി. ആദിവാസി ഊരുകളിലെ വോട്ട് ചേർക്കാത്തതിനെന്ന വിശദീകരണം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുത്തിരിക്കെ പ്രധാനമന്ത്രി ഉത്തർപ്രദേശിൽ 42,000 കോടിയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നു. വാരാണസിയിൽ റോഡ് ഷോ നടത്തും. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപനം. കൊൽക്കത്ത ബ്രിഗേഡ് മൈതാനത്തെ റാലിക്ക് ശേഷം. അനധികൃത മണൽക്കടത്ത് കേസിൽ ലാലു പ്രസാദ് യാദവിന്റെ വിശ്വസ്തൻ സുഭാഷ് യാദവ് അറസ്റ്റിൽ. തിരുവനന്തപുരത്ത് കേരള സർവകലാശാല കലോത്സവത്തിനിടെ സംഘർഷം. SFI പ്രവർത്തകർ മർദ്ദിച്ചെന്നാരോപിച്ച് വേദിയിൽ KSU പ്രതിഷേധം. മത്സരങ്ങൾ തടസ്സപ്പെട്ടു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. JS സിദ്ധാർത്ഥിന്റെ മരണശേഷവും SFI പ്രവർത്തകർ ആക്രമണം തുടരുന്നുവെന്ന് VD സതീശൻ. പൂക്കോട് വെറ്റിനറി കോളേജ് നാളെ തുറക്കും. സംഘർഷം ഒഴിവാക്കുമെന്ന് മന്ത്രി J ചിഞ്ചുറാണി. ഡൽഹി കേശവ്പൂർ മണ്ഡിയിൽ കുഴൽക്കിണറിൽ വീണയാളെ രക്ഷിക്കാൻ ഊർജിത ശ്രമം. സമാന്തര തുരങ്ക നിർമ്മാണം നിർത്തിവെച്ചു. തത്സമയ റിപ്പോർട്ടുകളുമായി 24 കേശവ്പൂരിൽ. 40 അടി താഴ്ചയുള്ള കുഴൽക്കിണറിൽ അകപ്പെട്ടത് 18-നും 20-നും ഇടയിൽ പ്രായമുള്ള ആളെന്ന് സൂചന. മനഃപൂർവ്വം തള്ളിയിട്ടതാണോ എന്ന സംശയത്തിൽ പോലീസ്. കോഴിക്കോട് കുറ്റ്യാടിയിൽ പുലിഭീതി. പശുക്കടവിൽ വളർത്തുനായയെ കൊന്നു തിന്നു. കക്കയം ഹൈഡൽ ടൂറിസം കേന്ദ്രത്തിന് സമീപം ഭീതി പടർത്തിയ കാട്ടാനയെ നാട്ടുകാർ തുരത്തി. വന്യജീവി ആക്രമണം തടയാൻ കേന്ദ്ര കർമ്മ പദ്ധതി വേണമെന്നാവശ്യപ്പെട്ട് PV അൻവർ MLA സുപ്രീം കോടതിയിൽ. വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരാജയമെന്ന് സിറോ മലബാർ സഭയുടെ ഇടയലേഖനം. പ്രതിരോധ മാർഗങ്ങൾ തേടി അന്തർ സംസ്ഥാന യോഗം ബന്ദിപ്പൂരിൽ. വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടത്തിന് കാരണം ചട്ടങ്ങൾ പാലിക്കാത്ത നിർമ്മാണമെന്ന് തെളിയിക്കുന്ന രേഖകൾ 24-ന്. കോസ്റ്റൽ സോൺ മാനേജ്മെന്റിന്റെ അനുമതിയും വാങ്ങിയില്ല. ടൂറിസം ഡയറക്ടറുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം നടപടിയെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നുവെന്നും മന്ത്രി. 2 മാസം കൊണ്ട് പാലം തകർന്നത് ആരുടെ വീഴ്ചയെന്ന് പ്രതിപക്ഷ നേതാവ്. ഡൽഹി ചലോ സമരവുമായി കർഷകർ മുന്നോട്ട്. ബസ്സുകളിലും ട്രക്കുകളിലുമായി രാജ്യ തലസ്ഥാനത്തേക്ക് തിരിച്ചു. പഞ്ചാബിലും ഹരിയാനയിലും ട്രെയിൻ തടഞ്ഞ് പ്രതിഷേധം. അംബാലയിൽ നിരോധനാജ്ഞ. വെൽക്കം ബാക്ക് പ്രേക്ഷകരെ. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ രാവിലെ മുതൽ സംഭവിച്ച വാർത്തകൾ. സംക്ഷിപ്തം ഇവിടെ നമ്മുടെ വർഷിപ്പ്, അഞ്ജന, ജോസ്വിൻ ജോസഫ്, PR നന്ദൻ, ഷഫീർ മണ്ണാർക്കാട്, ലെനീഷ് ബാബു, ജിജു ഡാനിയൽ, ഗ്രേസി സെബാസ്റ്റ്യൻ, അസ്മാബി, വിജയ് നായർ, ഷാഹിദ ഷമീർ, ജാസ്മിൻ, മിയ,
ഉഷ, സുജിത്ത്, ഐഷു, ജസീർ, നമ്മുടെ സൗമ്യ, അബിന ഒക്കെ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ ആദ്യ വാർത്തയിലേക്ക് പോകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ഷൻ അടുത്തിരിക്കെ കമ്മീഷന്റെ അപ്രതീക്ഷിത രാജി ഞെട്ടി ദേശീയ രാഷ്ട്രീയം. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയലിന്റെ രാജിയിൽ അമ്പരന്ന ദേശീയ രാഷ്ട്രീയം. അപ്രതീക്ഷിത രാജി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന ഒരുക്കങ്ങൾക്കിടയിലാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് രാജി എന്നാണ് കിട്ടുന്ന വിവരം. പക്ഷേ വിഷയത്തിൽ രൂക്ഷ വിമർശനമായി പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നു. BJP ടിക്കറ്റിൽ മത്സരിക്കാനാണോ രാജി എന്ന് ചോദിക്കുന്നു. കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് പുതിയ അംഗങ്ങളെ തീരുമാനിക്കാനുള്ള സമിതി യോഗം അടുത്തയാഴ്ചയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി ഉണ്ടായിരുന്ന ഭിന്നതകൾ രമ്യമായി പരിഹരിക്കാൻ സാധിച്ചില്ല. ഇതോടെയാണ് രാജിയുടെ മാർഗം അരുൺ ഗോയൽ തെരഞ്ഞെടുത്തത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഉണ്ടായ രാജി തെരഞ്ഞെടുപ്പ് ഒരുക്കത്തെ ബാധിക്കില്ലെന്ന് വ്യക്തമാക്കാനാണ് കമ്മീഷന്റെ ഇപ്പോഴത്തെ ശ്രമം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഏകാംഗം എന്ന നിലയിൽ പ്രവർത്തിക്കാൻ തടസ്സമില്ലാത്ത വ്യവസ്ഥ മുൻനിർത്തി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന നടപടികൾ പൂർത്തിയാക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന വാർത്താ സമ്മേളനം വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ നടത്താൻ പാകത്തിലാണ് തയ്യാറെടുപ്പുകൾ. സംസ്ഥാനങ്ങളിലെ ഒരുക്കങ്ങൾ വിലയിരുത്താനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗങ്ങൾ ബുധനാഴ്ചയോടെ പൂർത്തിയാകും. അതേസമയം അരുൺ ഗോയലിന്റെ രാജിയെ രൂക്ഷമായി വിമർശിച്ച കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് അദ്ദേഹം BJP സ്ഥാനാർത്ഥിയാകുമോ എന്ന് പരിഹസിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഒഡീഷ, സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും നടക്കേണ്ടതായുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ ഒഴിവ് നികത്താനുള്ള നീക്കങ്ങളും ഇതിനിടെ ആരംഭിച്ചു. ഈ ആഴ്ച തന്നെ കമ്മീഷണർമാരെ നിയമിക്കാനുള്ള സമിതിയുടെ യോഗം വിളിക്കാനാണ് നടപടികൾ. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. ഇവിടെ ചാൾസ് പറയുന്നുണ്ട് ഇലക്ഷൻ കമ്മീഷൻ രാജി 2 ദിവസം കഴിഞ്ഞ് ഉയർന്ന റാങ്കോടെ എവിടെയെങ്കിലും കാണാം എന്ന് പറയുകയാണ്. അപ്പോൾ എന്തായാലും എന്തുകൊണ്ടാണ് രാജിയെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നില്ല. ആ വിഷയത്തിൽ ആ ദുരൂഹത അങ്ങനെ തുടരുകയാണ്. അത് വരട്ടെ. ഇരട്ടക്കൊലയുടെ ചുരുളഴിയുന്നു. ഇടുക്കി കാഞ്ചിയാറിലെ ഇരട്ടക്കൊലപാതകത്തിൽ തെളിവെടുപ്പ് തുടരുന്നു. വിജയനെ കൊല്ലാൻ ഉപയോഗിച്ച ചുറ്റിക കണ്ടെടുത്തു. മൃതദേഹാവിഷ്കരണത്തിനായി വീടിന്റെ തറ പൊളിച്ച് പരിശോധന തുടങ്ങി. വിജയന്റെ കൊലപാതകത്തിൽ പ്രതി നിതീഷിനെ സഹായിച്ച വിജയന്റെ ഭാര്യയെയും മകനെയും പ്രതി ചേർത്തു. 2023 ഓഗസ്റ്റിലാണ് വിജയൻ കൊല്ലപ്പെടുന്നത്. വാക്ക് തർക്കത്തെ തുടർന്ന് നിതീഷ് ചുറ്റിക കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. ഈ ചുറ്റികയാണ് വീട്ടിലെ തെളിവെടുപ്പിനിടെ അന്വേഷണ സംഘം കണ്ടെത്തിയത്. മൃതദേഹം വീട്ടിലെ മുറിയിൽ കുഴിയെടുത്ത് മറവ് ചെയ്യുന്നതിന് വിജയന്റെ ഭാര്യയും മകനും കൂട്ടുനിന്നു. ഇവരെ ഉടൻ കസ്റ്റഡിയിലെടുക്കും. ഒട്ടേറെ ദുരൂഹതകൾ നിറഞ്ഞതാണ് കക്കാട്ടുകടയിൽ ഇവർ താമസിച്ചിരുന്ന വീട്. കുഴിച്ചിട്ട മുറിയുടെ ഒരു 3 അടിയോളം അകലത്തിലാണ് ഒരു കുഴി എടുത്തിരിക്കുന്നത്. ആ കുഴി മൂടിയിട്ടുണ്ട്, പക്ഷേ മൂടിയത് വ്യക്തമായിട്ട് മൂടിയിട്ടില്ല. സിമെന്റ് ഇട്ട് തറയൊക്കെ ഇപ്പോഴും ഒരു കുഴിയായിട്ട് തന്നെയാണ് കിടക്കുന്നത്. വ്യത്യസ്തമായിട്ട് തന്നെ കിടക്കുന്നത്. നമുക്ക് കണ്ടാൽ അത് മനസ്സിലാകുന്ന വീടിന്റെ അകം മൊത്തം പ്ലാസ്റ്റിക് കൂടുകളും ചാക്കുകളും ഒക്കെയാണ്, തുണിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുക. 2016 നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ നിതീഷ്, കൊല്ലപ്പെട്ട വിജയൻ, മകൻ വിഷ്ണു എന്നിവരാണ് പ്രതികൾ. കുഞ്ഞിനെ വിജയൻ കാലിൽ പിടിച്ചു നൽകിയപ്പോൾ നിതീഷ് ശ്വാസം മുട്ടിച്ചു കൊന്നുവെന്നാണ് കണ്ടെത്തൽ. വിഷ്ണുവിന്റെ സഹോദരിയുമായുള്ള രഹസ്യബന്ധം പുറംലോകം അറിയുന്നതിലെ നാണക്കേടാണ് കുട്ടിയുടെ കൊലയ്ക്ക് പിന്നിലെന്നാണ് FIR. ഇവർ മുൻപ് താമസിച്ചിരുന്ന വീടിനോട് ചേർന്നുള്ള തൊഴുത്തിലാണ് കുഞ്ഞിന്റെ മൃതദേഹം കുഴിച്ചിട്ടത്. എല്ലാ പ്രതികൾക്കുമെതിരെ കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, സംഘം ചേർന്നുള്ള കുറ്റകൃത്യം എന്നീ വകുപ്പുകളാണ് ചുമത്തിയത്. 24 ഇടുക്കി. കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ വിജയനുണ്ട് കട്ടപ്പനയിൽ നിന്നും. രാഹുൽ, അവിടെ പഞ്ചായത്ത് അധ്യക്ഷ പറയുന്നുണ്ടായിരുന്നു ഇവിടെ പൂജ നടന്നതിന് ചില കാര്യങ്ങളൊക്കെ കണ്ടു. ഒരുപാട് കവറുകൾ എന്തോ കെട്ടിവെച്ചിരിക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ ആ ദുരൂഹത ചുരുളഴിഞ്ഞിട്ടില്ല അല്ലേ? ഹഷ്മി, അടിമുടി ദുരൂഹതയാണ്. ആ ദുരൂഹതകളൊക്കെ ഇനിയും നീങ്ങേണ്ടതുണ്ട്. നിലവിൽ ഇപ്പോൾ എന്തായാലും ഈ കൊല്ലപ്പെട്ടു എന്ന് കരുതുന്ന അല്ലെങ്കിൽ ഈ പ്രതി നിതീഷ് കുറ്റസമ്മതം നടന്നിരിക്കുന്ന ഈ വിജയന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ പുറത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് കാഞ്ചിയാറിലെ ഈ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കോൺക്രീറ്റ് ചെയ്തു വെച്ചിരുന്ന ഭാഗം 3 അടി വലുപ്പത്തിലുള്ളൊരു ചതുരത്തിലുള്ളൊരു കുഴിയാണ്. ആ കുഴി മൂടി പിന്നീട് അത് കോൺക്രീറ്റും ചെയ്തിട്ടുണ്ട്. ആ കോൺക്രീറ്റിന്റെ ഭാഗം മാറ്റിയിട്ട് തൊട്ടടുത്ത് അതിനോട് ചേർന്ന് തന്നെ മറ്റൊരു വലിയ കുഴിയെടുക്കുകയാണ്. അതായത് ഈ മൃതദേഹാവശിഷ്ടങ്ങൾക്ക് മറ്റ് കേടുപാടുകളൊന്നും സംഭവിക്കാതെ പുറത്തെടുക്കുന്നതിന് വേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ അത്തരമൊരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇവിടെ നിന്ന് തെളിവുകൾ ശേഖരിച്ചെങ്കിൽ മാത്രമേ പോലീസിന് ഈ കേസ് കൂടുതൽ ബലപ്പെടുത്താൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ഈ നവജാത ശിശു അടക്കം കൊല്ലപ്പെട്ട സംഭവത്തിൽ തുടർ നടപടികളിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. തലക്കടിച്ച് ഒറ്റ അടിക്ക് തന്നെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് നിതീഷ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിലാണ് ഈ സംഭവം നടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും
ഈ 2 കൊലപാതകത്തിലെയും മുഖ്യപ്രതി നിതീഷ് തന്നെയാണെന്നുള്ള കാര്യത്തിൽ പോലീസ് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പോലീസ് നിതീഷ് അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല 2016 നവജാത ശിശു കൊല്ലപ്പെട്ട സംഭവത്തിൽ ഈ പ്രതി നിതീഷ് തന്നെയാണ് പ്രധാന പ്രതി. അവിടെ ആ കേസിൽ ഈ കൊല്ലപ്പെട്ട വിജയനും പ്രതിയാണെന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മാത്രമല്ല വിജയന്റെ മകനും ആ കേസിൽ പ്രതിയായിട്ടുണ്ട്. ഈ നിതീഷിനും അതുപോലെ തന്നെ വിജയന്റെ മകളും തമ്മിലുള്ള അടുപ്പത്തെ തുടർന്നുണ്ടായ കുട്ടിയാണ്. ആ കുട്ടി ഉണ്ടായ വിവരം പുറംലോകം അറിഞ്ഞാൽ ഉണ്ടാകുന്ന നാണക്കേട് ഭയന്നാണ് കൊലപാതകമെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട്. ഈ കുട്ടിയുടെ നവജാത ശിശുവിന്റെ കാലിൽ പിടിച്ചത് വിജയനാണ്. ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത് നിതീഷാണ്. അത് മറവ് ചെയ്യാൻ സഹായിച്ചത് മകൻ വിഷ്ണുവാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ എഫ്ഐആറിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ആ കുട്ടിയെ മറവ് ചെയ്തിരിക്കുന്നത് കട്ടപ്പനയിലുള്ള മറ്റൊരു വീടിന്റെ തൊഴുത്തിലാണ്. ആ തൊഴുത്തിൽ ഇവിടുത്തെ അതായത് കാഞ്ചിയാറിലെ വീട്ടിലെ പരിശോധന കഴിഞ്ഞാൽ ഉടൻ തന്നെ പോകും എന്നുള്ള കാര്യവും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും നാട് ഒന്നാകെ ഞെട്ടിയിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു എന്ന് പോലുമുള്ള കാര്യങ്ങൾ ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്നവർക്ക് പോലും അറിയില്ലായിരുന്നു. 2 സ്ത്രീകൾ ഈ വീട്ടിൽ പൂട്ടിയിട്ട് നിലയിൽ കണ്ടെത്തിയെന്നൊക്കെ പറയുമ്പോൾ ഈ നാട്ടുകാർക്ക് ഞെട്ടലായിരുന്നു. ഈ വിജയനെ കൊലപ്പെടുത്തിയ കേസിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിജയന്റെ ഭാര്യയും പ്രതിപട്ടികയിലുണ്ട് എന്നുള്ളതാണ്. വിജയനെ നിതീഷ് കൊലപ്പെടുത്തിയതിനു ശേഷം മൃതദേഹം ഉൾപ്പെടെ മറവ് ചെയ്യുന്നതിന് ഭാര്യ സുമയുടെ സഹായം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമായിരിക്കുന്നത്. അവരെയും ഉടൻ തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ളൊരു നീക്കത്തിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മളുടെ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞതുപോലെ തന്നെ ഈ വീടിന്റെ അകത്ത് കയറിയാൽ പൂർണ്ണമായിട്ടും ദുരൂഹതകളാണ്. പൂജ ഉൾപ്പെടെ ചെയ്തിരുന്ന നേരത്തെ ഒരു വിവരം പുറത്തു വന്നിരുന്നത് നിതീഷ് പൂജാരിയാണെന്നാണ്. അങ്ങനെയെങ്കിൽ വീടിൻ്റെ അകത്ത് വലിയ തരത്തിലുള്ള പൂജകൾ, അത് ഏത് തരത്തിലുള്ള പൂജകളായിരുന്നു എന്നുള്ളത് അറിയില്ല. ദുർമന്ത്രവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിതീഷ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ കൊലപാതകം, വിജയന്റെ കൊലപാതകവും ഈ പൂജകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പോലീസ് ഒരു സ്ഥിരീകരണമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഈ കുട്ടിയുടെ കൊലപാതകം സംബന്ധിച്ച് അത്തരത്തിൽ ചില സൂചനകൾ, ചില അനാചാരങ്ങളുടെ പേരിലുള്ള കൊലപാതകമാണോ എന്നുള്ളൊരു സംശയം, അങ്ങനെ പറഞ്ഞുകൊണ്ട് ചെയ്ത കൊലപാതകമാണോ എന്നുള്ള സംശയം പോലീസ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവിടുത്തെ പരിശോധന പുരോഗമിക്കുകയാണ്. അതിനുശേഷമായിരിക്കും മറ്റ് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരിക. രാഹുൽ വിജയനാണ് കട്ടപ്പനയിൽ നിന്ന് സംഭവ സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഈ പറയുന്നത് പോലെ ഇലന്തൂർ നരബലി നമുക്ക് ഓർമ്മ മറന്നിട്ടില്ല. അതിൻ്റെ ഒക്കെ തുടർച്ചയിലൊക്കെയാണോ അതുപോലൊക്കെയാണോ കാര്യങ്ങൾ എന്ന് വ്യക്തമാകേണ്ടതുണ്ട്. എന്തായാലും അടിമുടി ദുരൂഹമാണ്. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഇവിടെ ജയലാൽ ഭാസ്കരൻ പറയുകയാണ്, ഇങ്ങനെ എത്രയോ കൊലപാതകങ്ങൾ തെളിയാതെ കിടപ്പുണ്ടാകും. ആശ്വതി ചോദിക്കുകയാണ്. വളരെ ശരിയാണ്. ഇതിപ്പോൾ ഒരു മോഷണ കേസ് അന്വേഷണത്തിൻ്റെ തുടർച്ചയിൽ പോയുള്ള പരിശോധനയിൽ യാദൃശ്ചികമായി കണ്ടുപിടിച്ചാണ് അത് ഇത്തരത്തിൽ ഡെവലപ്പ് ചെയ്തു വന്നത്. ആർക്കറിയാം എവിടെയൊക്കെ ഏതൊക്കെ കൊലപാതകങ്ങൾ ഇത്തരത്തിൽ ഒളിമറഞ്ഞു കിടപ്പുണ്ട് എന്നുള്ള കാര്യമല്ലേ. ഡൽഹി കുഴൽക്കിണർ അപകടത്തിൽ ദുരൂഹത. മൂടി തകർന്നാണ് 18-നും 20-നും ഇടയിൽ പ്രായമുള്ളയാൾ കുഴൽക്കിണറിലേക്ക് വീണത്. രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി കുഴൽക്കിണറിന് സമാന്തരമായി കുഴി എടുക്കുന്നത് നിർത്തിവെച്ചു. ഡൽഹി ജൽ ബോർഡിൻ പ്ലാന്റിന്റെ അടുത്താണ് ഈ അപകടമുണ്ടായത്. സംഭവത്തിൽ ഉത്തരവാദികൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി അതിഷി മർലാൻ അറിയിച്ചു. ഡൽഹിയിൽ തുറന്നു കിടക്കുന്ന കുഴൽക്കിണറുകൾ 48 മണിക്കൂറിനുള്ളിൽ അടയ്ക്കാൻ നിർദ്ദേശം നൽകിയെന്നും മന്ത്രി പറഞ്ഞു. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, ഈ സമാന്തര കുഴിയെടുപ്പ് നിർത്തിവെച്ചത് എന്തുകൊണ്ടാണ്? എങ്ങനെയാണ് പിന്നെ ബദൽ രക്ഷാപ്രവർത്തന പദ്ധതി? ഹാഷ്മി, ഇന്നലെ രാത്രി 1 മണിയോടുകൂടിയാണ് ഫയർഫോഴ്സിന് ഇത്തരത്തിലൊരാൾ ഇതിനുള്ളിൽ കുഴൽക്കിണറിനുള്ളിൽ പെട്ട വിവരം ലഭിക്കുന്നത്. തുടർന്ന് ഫയർഫോഴ്സും പോലീസും ഇവിടെ എത്തുകയും അതിനുശേഷമാണ് ഇപ്പോൾ NDRF സംഘവും ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഒപ്പമുള്ളത്, ഈ ദൗത്യത്തിന്റെ ഭാഗമായി ഉള്ളത്. എന്തായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. തുടക്കത്തിൽ ഈ സമാന്തരമായി ഒരു കുഴി എടുത്തുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തന രീതിയായിരുന്നു സ്വീകരിച്ചതെങ്കിൽ ഇപ്പോൾ അത്തരം കാര്യങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ്. മറ്റ് വഴികൾ കൂടി ഇപ്പോൾ രക്ഷാപ്രവർത്തകർ തേടുകയാണ്. കാരണം മണിക്കൂറുകൾ പിന്നിടുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സംഭവത്തിലും ചില ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ എങ്ങനെയാണ് ഇയാൾ ഇതിനുള്ളിലേക്ക് വന്നത്, ഇയാളെ തള്ളിയിട്ടതാണോ എന്നടക്കമുള്ള സംശയങ്ങളും പോലീസിന് മുൻപിലുണ്ട്. ഈ പ്രദേശവാസിയാണോ എന്നുള്ള കാര്യത്തിലും വ്യക്തമല്ല. കാരണം ഇതുവരെയും അത്തരത്തിൽ ബന്ധുക്കളോ ആരും തന്നെ കാണാതായത് സംബന്ധിച്ചോ അല്ലെങ്കിൽ യുവാവിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇതിനുള്ളിൽപ്പെട്ടയാൾക്ക് വേണ്ടിയോ ഇതുവരെയും വന്നിട്ടില്ല. അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു പോലീസിനെ സമീപിക്കുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും ആ സാഹചര്യങ്ങളെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൃത്യമായ പ്രായവും ഈ ഒരു ഘട്ടത്തിൽ പറയുവാൻ അവർക്കും കഴിയുന്നില്ല. കാരണം 18ഓ 20ഓ വയസ്സിനിടയിൽപ്പെട്ടയാളാകാം എന്നുള്ളതാണ് പൊതുവെയുള്ള നിഗമനം. എന്തായാലും ആ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. കേശവപൂരിലെ ഹൈവേയോട് ചേർന്നുള്ള ഒരു പ്രദേശത്താണ് ഈ കുഴൽക്കിണർ സ്ഥിതി ചെയ്യുന്നത്. 40 അടി താഴ്ചയാണ്. ഏതാണ്ട് 12 ഇഞ്ച് വ്യാസം മാത്രമാണ് ഈ കുഴൽക്കിണറിലുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇദ്ദേഹം ഇതിനുള്ളിലേക്ക് പെട്ടത് എന്നതിലടക്കം വ്യക്തതകൾ വരേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ ഈ ഒരു രക്ഷാപ്രവർത്തനമാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹാഷ്മി.
ആർ അച്യുതനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. 40 അടിയോളം താഴ്ചയുള്ളൊരു കുഴൽക്കിണറാണ്. എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തിയെടുക്കൽ സാധ്യമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. എന്തായാലും രക്ഷാപ്രവർത്തനം മനുഷ്യസാധ്യമാകുന്നതിന് പരമാവധിയോടെ പുരോഗമിക്കുന്നുമുണ്ട്. ലിജോ ജോസ് പറയുകയാണ്, ഷാഫിക്ക മിസ്യുമാൻ ജയിച്ചുവ എന്ന് പറയുകയാണ്. നമ്മൾ കണ്ടതാണ് പാലക്കാട് ജനപ്രതിനിധിക്ക് വടകരയിലേക്ക് പോകുന്നതിന് വലിയ യാത്രയപ്പ് ഷാഫി പറമ്പിലിന് കൊടുക്കുന്നത്. വളരെ വൈകാരികമായി തന്നെ ഒരു MLA ജനം ആ രീതിയിൽ സ്നേഹിക്കുന്നത് MLA കിട്ടാവുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ്. വടകരയിലെ ഫലം എന്തായാലും വടകര അടക്കം തൃശ്ശൂർ അടക്കം എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും അവിടെ പ്രചരണം അങ്ങനെ വളരെ ഹൈ റേഞ്ചിലേക്ക് പോകുന്ന മണിക്കൂറുകളാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വാർത്തകളിലെ. പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനത്തിൽ ലോക്നാഥ് ബെഹ്റയ്ക്കെതിരെ ആരോപണം ആവർത്തിക്കുന്നുണ്ട് കോൺഗ്രസ് നേതാക്കൾ. ബെഹ്റയ്ക്കെതിരായ ആരോപണം വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. എന്നാൽ ഇടനില നിന്നതിനെക്കുറിച്ച് അറിയില്ലെന്നും BJP സർക്കാരിനെതിരെ ശക്തമായ നിലപാടാണ് സംസ്ഥാനം സ്വീകരിക്കുന്നതെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് മറുപടി നൽകി. പത്മജ വേണുഗോപാലിനെ BJP പാളയത്തിലെത്തിച്ചതിന്റെ ഇടനിലക്കാരൻ മുൻ DGP ലോക്നാഥ് ബെഹ്റ തന്നെയെന്ന് ആവർത്തിക്കുകയാണ് VD സതീശനും K സുധാകരനും. പിണറായി വിജയനും സംഘപരിവാറിനും ഇടയിലെ ഇടനിലക്കാരൻ ബെഹ്റയാണെന്നും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നും പ്രതിപക്ഷ നേതാവ്. ബെഹ്റയ്ക്ക് അതിൽ പങ്കുള്ള കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ടാണ്. ഞങ്ങളുടെ തെളിവുകളുണ്ട്, ഇവര് നിഷേധിക്കട്ടെ അല്ലെന്ന് പറയട്ടെ, ഞങ്ങൾ ആ തെളിവുകൾ ഹാജരാക്കാം. ബെഹ്റയുടെ ഇടപെടൽ വ്യക്തമെന്ന് കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി K സുധാകരൻ. സംഭവത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതേസമയം പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനത്തിന് ലോക്നാഥ് ബെഹ്റ ഇടനില നിന്നതിനെ കുറിച്ച് അറിയില്ല എന്നായിരുന്നു മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. നേതാക്കൾ BJPയിലെത്തുന്നത് കോൺഗ്രസ് നേതൃത്വം പരിശോധിക്കണമെന്നും റിയാസ് പറഞ്ഞു. കോൺഗ്രസിൽ നിന്നും ആളുകൾ ഇങ്ങനെ പോകുന്നതിൽ യഥാർത്ഥത്തിൽ എന്താണ് കാരണമെന്ന് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം പഠിച്ച് അത് തിരുത്താനാണ് അവർ തയ്യാറാവേണ്ടത്. BJP ഗവൺമെന്റിനോട് പോരാടാൻ തയ്യാറുള്ളവരാണ് കേരളത്തിൽ LDF ഗവൺമെന്റ്. അത് പൊളിക്കാൻ വേണ്ടി ഇജ്ജാതി വർത്താനം പറഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ ജനങ്ങൾക്ക് അറിയുന്ന കാര്യം. പത്മജയുടെ BJP പ്രവേശനവുമായി ബന്ധപ്പെട്ട് UDF LDF പോര് മുറുകുകയാണ്. 24 കോഴിക്കോട്. അപ്പോൾ ഇലക്ഷൻ പ്രചരണ വിഷയത്തിലേക്ക് ഒരുപക്ഷെ ലോക്നാഥ് ബെഹ്റ ഇടനിലനിന്നു എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം എന്ന് പറഞ്ഞാൽ ഇത് വെറുതെ ആരോപണമായിട്ടൊക്കെ പറഞ്ഞു പോകുന്നതല്ല, തെളിവുണ്ട് എന്നൊക്കെ പറയുന്നത് ആവർത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതൊരു ചർച്ചയാക്കി മാറ്റുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം. നമുക്ക് കാത്തിരുന്ന് കാണാം എന്താകും ആ ചർച്ചയുടെ പുരോഗതി എന്നത്. ഇവിടെ ഷാജി പറയുകയാണ്, ഹാഷ്മി എന്തൊരു ചൂടാണ്, ഞാനിപ്പോൾ 8 മണിക്കൂർ യാത്ര ചെയ്തിട്ട് വന്നതേ ഉള്ളൂ, വെളിയിൽ പണിയുന്നവരെ സമ്മതിക്കണം. സത്യമാണ്, കൊടുംചൂടാണെന്ന് പറഞ്ഞാൽ രാവിലെയൊക്കെ ഭയങ്കര വേർത്തിട്ടൊക്കെ നമ്മൾ ഉണരുക. എന്താ അവസ്ഥയല്ലേ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകാത്തതിൽ കുറ്റബോധമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വനിതകൾക്ക് കൂടുതൽ സീറ്റുകൾ നൽകണമെന്നായിരുന്നു ആഗ്രഹം. ഷമാ മുഹമ്മദിന്റെ പ്രസ്താവന മാനിക്കുന്നുവെന്നും സതീശൻ പറഞ്ഞു. എന്നാൽ ഷമാ മുഹമ്മദിന്റെ വിമർശനം തള്ളുകയാണ് KPCC അധ്യക്ഷൻ K സുധാകരൻ. ഷമാ മുഹമ്മദ് പാർട്ടിയുടെ ആരുമല്ല, വിമർശനത്തെക്കുറിച്ച് അവരോട് തന്നെ ചോദിച്ചാൽ മതിയെന്നും K സുധാകരൻ തുറന്നടിച്ചു. അല്ല, ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വനിതകൾക്ക് കൂടുതൽ സീറ്റ് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ സിറ്റിംഗ് MPമാരൊക്കെ മത്സരിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ നമുക്ക് കൂടുതൽ ആളുകൾക്ക് കൊടുക്കാൻ പറ്റിയില്ല. അതിന്റെ അത് ശ്രദ്ധിക്കണമായിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് തെറ്റൊന്നുമില്ല, പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കൂടുതൽ സ്ത്രീകൾക്ക് സീറ്റ് കൊടുക്കണമായിരുന്നു. അതൊക്കെ അവരോട് ചോദിച്ചാൽ മതി, അവരൊന്നും പാർട്ടിയുടെ ആരുമല്ല. അപ്പോൾ അതിന് ഉറപ്പായും ഷമാ മുഹമ്മദിന് മറുപടി ഉണ്ടാകും. അങ്ങനെ ഇപ്പോൾ VD സതീശൻ പറയുന്നത് പോലെ പക്കമായ മറുപടി KPCC അധ്യക്ഷന് പറയാമായിരുന്നു എന്നൊരു നിലപാട് മുന്നോട്ട് വെക്കുകയാണ്. രഘുനന്ദൻ പറയുന്നു, രാജ്യത്ത് ഇതേമാതിരി തുറന്നു കിടക്കുന്ന കുഴൽക്കിണറുകൾ ആ പ്രദേശത്തെ ജനങ്ങളും ഭരണകർത്താക്കളും വിചാരിച്ചാൽ ഇത് കണക്കുള്ള അപകടം അടിക്കടി ഉണ്ടാകില്ല എന്ന് പറയുകയാണ്. 100% ശരിയാണ്. ഇപ്പോഴും അത്തരത്തിൽ തുറന്നു കിടക്കുന്ന കുഴൽക്കിണറുണ്ട്, അവിടെ കുട്ടികളടക്കം അടിക്കടി വീഴുന്നു എന്നുള്ളത് സങ്കടകരമായി തന്നെയാണ്. രഘുനന്ദൻ, ഒരു തർക്കം അക്കാര്യത്തിലില്ല. ആലപ്പുഴയിൽ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിന് വൻ സ്വീകരണം ഒരുക്കി കോൺഗ്രസ് പ്രവർത്തകർ. അരൂരിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ വൈകിട്ട് കരുനാഗപ്പള്ളിയിൽ സമാപിക്കും. തന്റെ സ്ഥാനാർത്ഥിത്വം CPMനെ അങ്കലാപ്പിലാക്കിയെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമില്ലായ്മ വ്യക്തമാക്കുകയാണെന്ന് മന്ത്രി P പ്രസാദ് പ്രതികരിച്ചു. ജില്ലാ അതിർത്തിയിൽ വേണുഗോപാലിനായി പ്രവർത്തകരൊരുക്കിയത് ഗംഭീര സ്വീകരണം. ഒപ്പം മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അധ്യക്ഷൻ കൂടിയായ രമേശ് ചെന്നിത്തലയും എത്തിയതോടെ ആവേശം ഇരട്ടിച്ചു. ഇന്ത്യയിൽ ഇപ്പോൾ കോൺഗ്രസിന് ആവശ്യം ലോക്സഭാ അംഗത്തെ എന്ന് രമേശ് ചെന്നിത്തല. രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായതുകൊണ്ട് KC വേണുഗോപാൽ ഇവിടെ നിന്ന് ജയിച്ചാൽ ഒരു രാജ്യസഭ നഷ്ടപ്പെടുമെന്ന്. ഇപ്പോൾ ഇന്ത്യക്ക് ആവശ്യം രാജ്യസഭയല്ല, ലോക്സഭാ മെമ്പർമാരെയാണെന്ന് പറയാൻ ആഗ്രഹിക്കാം. തുറന്ന ജീപ്പിൽ വേണുഗോപാലിനൊപ്പം വാദ്യമേളങ്ങളും ബൈക്ക് റാലിയുമായി 100 കണക്കിന് പ്രവർത്തകർ അണിനിരന്നു.
തന്റെ മടങ്ങിവരവ് പ്രവർത്തകർക്ക് ആവേശമുണ്ടാക്കിയെന്ന് കെ.സി. രാജ്യസഭാംഗത്വം നഷ്ടമായാൽ ബി.ജെ.പിക്ക് ഗുണം ചെയ്യില്ലേ എന്ന ചോദ്യത്തിന് ഇങ്ങനെയായിരുന്നു മറുപടി. അപ്പോൾ അവർ തീരുമാനിച്ചോ ഞാനിവിടെ ജയിച്ചു എന്നുള്ളത് അവർ സമ്മതിച്ചു. മറ്റൊരു വശം എന്ന് പറയുന്നത് ആലപ്പുഴയിൽ ഞാൻ സ്ഥാനാർത്ഥിയായതോടുകൂടി ആലപ്പുഴ UDF ജയിച്ചു എന്ന് സമ്മതിച്ചിട്ടാണല്ലോ ഈ വാദം അവർ പറയുന്നത്. കെ.സിയുടെ സ്ഥാനാർത്ഥിത്വം പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരമെന്ന് വി.ഡി. സതീശൻ. കെ.സി. വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വത്തെ രൂക്ഷമായി വിമർശിച്ച് മന്ത്രി പി. പ്രസാദും രംഗത്തെത്തി. ബി.ജെ.പിക്ക് ബദലാകുമെന്ന് ആവർത്തിക്കുന്ന കോൺഗ്രസിന് ഇപ്പോഴും എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് അറിയില്ലെന്നും ആലപ്പുഴയിൽ ആര് വന്നാലും എം ആരിഫ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും പി. പ്രസാദ്. ഇത്തവണ അനായാസേന സഹ എം ആരിഫ് ആലപ്പുഴയിൽ വിജയിക്കും എന്നുള്ളത് ഒരു തർക്കവും ആർക്കും വേണ്ട. കെ.സി. വേണുഗോപാൽ അവിടെ രാഷ്ട്രീയമാണ്, തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമാണ് ഏറ്റവും പരമപ്രധാനമെന്നുള്ളത്. പക്ഷേ അവിടെ ആലപ്പുഴയുടെ മണ്ണിൻ്റെ പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എല്ലാം കണക്കിലെടുക്കുമ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉജ്ജ്വലമായ വിജയം നേടാൻ കഴിയും. ജില്ലയിലെ 66 സ്വീകരണ കേന്ദ്രങ്ങളിലൂടെ കടന്ന് വൈകിട്ട് 8 മണിക്ക് ഓച്ചിറയിലാണ് റോഡ് ഷോയുടെ സമാപനം. 24 ആലപ്പുഴ. ഇലക്ഷൻ പ്രചാരണത്തിനായി വടകരയിലേക്ക് പോകുന്ന ഷാഫി പറമ്പിലിന് വൈകാരിക യാത്രയുമായി പ്രവർത്തകർ. പാലക്കാട്ടെ MLA ഓഫീസിന് മുന്നിൽ 100 കണക്കിന് പ്രവർത്തകർ ഒത്തുചേർന്നു. തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങൾക്ക് സമാനമായിരുന്നു പാലക്കാട്ടെ ഷാഫി പറമ്പിലിന്റെ ഓഫീസും പരിസരവും. അതിവൈകാരികമായിരുന്നു യാത്രയയപ്പ്. കാരണം എന്ത് പറഞ്ഞാലും ഷാഫിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ മുതൽ അങ്ങനെയല്ലേ പറയുന്നത്. പാലക്കാട് നിന്ന് പോയത് തന്നെയാണല്ലോ എന്തായാലും. ജയിച്ചു വരും. ഇനി നമ്മളെ എപ്പോഴും കാണുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടെങ്കിലും ഇപ്പം എന്തായാലും നമ്മുടെ നിന്ന് പോയില്ല. ഒരു വീട്ടിലത്തെ ഒരാൾ പോയല്ലേ. ഷാഫിക്ക് ജയിക്കുന്നുള്ള ഉറപ്പുള്ള കാരണം ഉണ്ടല്ലോ AIC ആ തീരുമാനം എടുത്തത്. ഷാഫിക്ക് എന്തായാലും അവിടെ ജയിക്കും. പക്ഷെ നമുക്ക് നമ്മുടെ ഒരു സഹോദരനും അമ്മമാർക്ക് ഒരു മകനൊക്കെയാണ് നഷ്ടമായത്. ഒത്തിരി വിഷമം. ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങിയിട്ടേ ഇല്ല. ഞങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു MLA നഷ്ടം, MP കിട്ടണത് വേറെ. ഞങ്ങൾക്ക് ഈ പാലക്കാടിൻ്റെ ഒരു MLA നഷ്ടമാണെന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു സഹിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. പാലക്കാടുമായുള്ളത് അറുത്തുമാറ്റാനാകാത്ത ഹൃദയബന്ധമെന്ന് ഷാഫി. പാലക്കാടും പ്രചരണത്തിന് മുന്നിലുണ്ടാകുമെന്ന് ഉറപ്പ്. ഇത് കുടുംബമാണ്, ഇത് വീടാണ്. അപ്പം വീടിൻ്റെ പിന്തുണ, വീട്ടിലുള്ളവർ നമ്മൾ പരാജയപ്പെടണമെന്നല്ലല്ലോ ആഗ്രഹിക്കുക. പിന്നെ നമുക്ക് പിന്നെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന മീരാൻറ്റി പറഞ്ഞത് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ ശക്തമായ പോരാട്ടത്തിലൂടെയാണ് ഷാഫി പാലക്കാട് സ്വന്തമാക്കിയത്. വടകരയിലും വിജയത്തിൽ കുറഞ്ഞൊരു പ്രതീക്ഷ കോൺഗ്രസ് ക്യാമ്പിനില്ല. നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്. അപ്പോൾ അങ്ങനെ വൈകാര്യം ഒന്നും ഉണ്ടാവുക എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞു, ഒരു ജനപ്രതിനിധി കിട്ടാവുന്ന വലിയ ഭാഗ്യവും വലിയ ബഹുമതിയും ഒക്കെയാണ്. ഷാഫി പറമ്പിലിൻ്റെ മണ്ഡലവും എത്രത്തോളം ഹൃദയബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ബന്ധത്തിനപ്പുറം ഹൃദയബന്ധമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ആ ദൃശ്യങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സംസ്ഥാനത്ത് പ്രചാരണം സജീവമാക്കി മുന്നണികൾ. ആരോപണ പ്രത്യാരോപണങ്ങളുമായി നേതാക്കളും രംഗത്തിറങ്ങിയതോടെ പ്രചാരണം ചൂടുപിടിച്ചു. സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോയും മണ്ഡലം കൺവെൻഷനുകളും തുടരുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഈ മാസം 14-നകം ഉണ്ടാകുമെന്ന് വ്യക്തമായതോടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ UDF സ്ഥാനാർത്ഥികൾ റോഡ് ഷോയിലൂടെ മണ്ഡലങ്ങളിൽ സജീവമാവുകയാണ്. നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച LDF മണ്ഡലം കൺവെൻഷനുകളിലേക്ക് കടന്നു. BJPയുടെ നേതൃത്വത്തിലുള്ള NDA സ്ഥാനാർത്ഥികളുടെ സ്വീകരണവും പൗരപ്രമുഖരെ സന്ദർശിക്കുന്ന പരിപാടികളിലുമാണ്. രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വം ഇന്ത്യ മുന്നണിയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുമെന്ന് ആവർത്തിക്കുകയാണ് CPI. അപക്വമായ നടപടിയാണ് കോൺഗ്രസിൻ്റെതെന്ന് പന്ന്യൻ രവീന്ദ്രൻ. നമ്മുടെ രാജ്യത്തിലെ ഇന്ത്യ പ്രസ്ഥാനത്തെ നയിക്കേണ്ട ഒരാൾ, നാളെ ഇന്ത്യ പ്രസ്ഥാനത്തിന് ഭൂരിപക്ഷം കിട്ടിയ പ്രധാനമന്ത്രിയാവേണ്ട ആൾ ആദ്യം കേരളത്തിൽ വന്ന് മത്സരിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതെന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണം. കേരളത്തിൽ LDFും UDFും തമ്മിലാണ് മത്സരമെന്ന T. സിദ്ദിഖ്. രാജ്യത്ത് ഭരണത്തിൽ അധികാരത്തിൽ വരുന്ന മുന്നണിയുടെ പ്രധാനമന്ത്രിയാകേണ്ടതായ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ഈ വയനാട്ടിലെ ജനങ്ങൾക്ക് ലഭ്യമാകുന്നു എന്നുള്ളത് ഒരു ചെറിയതായിരിക്കുന്ന തലമൊന്നുമല്ല. വയനാട് പാർലമെന്റ് രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് മണ്ഡലമാണ്. ഇതിനിടെ തൃശ്ശൂരിലെ പ്രവർത്തകരോട് ക്ഷോഭിച്ചതിൽ വിശദീകരണവുമായി BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി രംഗത്ത് വന്നു. ആദിവാസികൾ വന്ന് എൻ്റെ പ്രവർത്തകരുടെ മുമ്പിൽ വെച്ച് പറയുന്നു, ഞങ്ങളുടെ വോട്ടുകൾ ചേർത്തിട്ടില്ല, 18 വയസ്സ് തികഞ്ഞ കുട്ടികൾക്ക് വോട്ടില്ല. അപ്പോൾ പിന്നെ എൻ്റെ അണികളെ ഞാൻ വഴക്ക് പറയും. പാലക്കാട് കോലി സഖ്യമെന്ന മന്ത്രി MP രാജേഷിന്റെ ആരോപണത്തിന് UDFും LDFും തമ്മിലാണ് സഖ്യമെന്നായിരുന്നു പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറിന്റെ പ്രതികരണം.
യഥാർത്ഥത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ ഇ ശ്രീധരൻ സാറെ പരാജയപ്പെടുത്താനായി പാലക്കാടും തൃത്താലയിലും പരസ്പരം വോട്ട് കൈമാറിയത് ആരാണെന്ന് കേരളത്തിലെയും പാലക്കാട്ടിലെയും ജനങ്ങൾക്കറിയാം. താരപരിവേഷമുള്ള നേതാക്കളെയും ദേശീയ നേതാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രചരണ പരിപാടികൾക്കാണ് മുന്നണികളുടെ തീരുമാനം. 24 തിരുവനന്തപുരം. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സമയം 1:29:46. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകും എന്ന് കരുതുകയാണ്. ഇടുക്കിയിലേക്ക് ഒരിക്കൽ കൂടി പോകും നമ്മൾ. ഇടുക്കി കാഞ്ചിയാറിലെ ഇരട്ട കൊലപാതകത്തിൽ തറ കുഴിക്കാനുള്ള പരിശോധനയിൽ മൃതദേഹത്തിൻ്റെ സംശയിക്കുന്ന അവശിഷ്ടങ്ങൾ കണ്ടെത്തി. തെളിവെടുപ്പ് തുടരുകയാണ്. രാഹുൽ വിജയൻ ചേരുന്നു. രാഹുൽ, അപ്പോൾ അന്വേഷണത്തിൽ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഹാഷ്മി, അങ്ങനെ തന്നെയാണ്. ഇപ്പോഴുള്ള പരിശോധനയിൽ മൃതദേഹത്തിൻ്റെതെന്ന് മനുഷ്യൻ്റെതെന്ന് കരുതുന്ന അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കുഴി പൂർണ്ണമായിട്ടും കുഴിയിൽ നിന്ന് മണ്ണ് മാറ്റി മൃതദേഹാവശിഷ്ടങ്ങൾ പൂർണ്ണമായിട്ട് പുറത്തെടുത്തിട്ടില്ല. കുഴി ആദ്യത്തെ ഇവരെ ഈ വിജയനെ കുഴിച്ച് ഇട്ടിരിക്കുന്ന കുഴി കൂടാതെ തൊട്ടടുത്ത് മറ്റൊരു കുഴി കൂടി എടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ കൂടുതൽ മണ്ണ് മാറ്റി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്തുള്ള മൃതദേഹാവശിഷ്ടങ്ങൾക്ക് കേടുപാടുകളൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് അത്തരമൊരു നടപടി പോലീസ് സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പരിശോധന അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. പോലീസിന്റെ സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആ മരണം സ്ഥിരീകരിക്കുന്ന അല്ലെങ്കിൽ കൊലപാതകം സ്ഥിരീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ കുഴിയിൽ നിന്ന് മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയിട്ടുണ്ട്. അതിനെ സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്. പോലീസ് അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം നൽകിയിട്ടില്ല, വ്യക്തമായിട്ടുള്ള ഉത്തരം നൽകിയിട്ടില്ല. എങ്കിൽ മാത്രമേ നമുക്കത് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും അത് സംബന്ധിച്ചിട്ടുള്ള സൂചന പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ മണ്ണ് മാറ്റി കൂടുതൽ പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ അതിലൊരു വ്യക്തത വരികയും ചെയ്യുള്ളൂ. എന്തായാലും മൃതദേഹത്തിൻ്റെതെന്ന് സംശയിക്കുന്ന അവശിഷ്ടങ്ങൾ നിലവിൽ കുഴിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഈ നിതീഷ് പറഞ്ഞ ഭാഗത്ത് തന്നെയാണ് പോലീസ് കുഴിയെടുത്ത് പരിശോധന നടത്തുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. അതേ മുറിയിൽ തന്നെ, അതായത് കൊലപാതകം നടന്നു അതിനുശേഷം വിജയനെ കുഴിച്ചു മൂടിയ അതേ മുറിയിൽ തന്നെയാണ് പോലീസ് പരിശോധന നടത്തുന്നത്. അവിടെ നിന്ന് തന്നെയാണ് ഇപ്പോൾ എന്തായാലും ഈ മൃതദേഹാവശിഷ്ടമെന്ന് സംശയിക്കുന്ന അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിരിക്കുന്നത്. രാഹുൽ വിജയനാണ്. അപ്പോൾ തറ കുഴിച്ചുള്ള പരിശോധനയിൽ മനുഷ്യൻ്റെതെന്ന് കരുതപ്പെടുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ ഇനിയിപ്പോൾ അതിൻ്റെ ഫോറൻസിക് പരിശോധന, DNA പരിശോധന ഒക്കെയാണല്ലോ വേണ്ടത്. അപ്പോൾ അന്വേഷണം അങ്ങനെ കാര്യക്ഷമമായി പുരോഗമിക്കണം. നേരത്തെ പറയുന്ന പോലെ യാദൃശ്ചികമായി വന്നുപെട്ടൊരു അന്വേഷണമാണ്. ഒരാൾ നേരത്തെ ഒരു കമൻറ്റ് ബോക്സിൽ പ്രേക്ഷകൻ ചോദിച്ച പോലെ അങ്ങനെ എത്ര ഒളിമറിഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട് എന്ന് ആർക്കറിയാം, അല്ലേ? ഇവിടെ ഒരു പ്രേക്ഷകൻ പറയുകയാണ്, സാം ഫിലിം മാത്യു, ഹാഷ്മി ഇലക്ഷൻ ബോണ്ടിൻ്റെ കാര്യം എന്തായി? അത് SBIയോട് അതിൻ്റെ വിവരങ്ങൾ പുറത്തുവിടാൻ പറഞ്ഞു. SBI അതിന് കൂടുതൽ സമയം ചോദിച്ചു. അത് കൂടുതൽ സമയം ചോദിക്കുന്നത് തെരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടിയാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. അങ്ങനെ അത് വ്യവഹാര വഴിയിലാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിൽ. മാർച്ച് 15 പാലക്കാട് റോഡ് ഷോയിൽ പങ്കെടുക്കും. മാർച്ച് 17 പത്തനംതിട്ട മണ്ഡലത്തിലെ പ്രചാരണത്തിലും മോദി പങ്കെടുക്കും. PC ജോർജും തുഷാർ വെള്ളാപ്പള്ളിയും തമ്മിലുള്ള തർക്കത്തിൽ NDAയിൽ ആശങ്ക തുടരുകയാണ്. പ്രചാരണത്തിന് PC ജോർജിൻ്റെ പിന്തുണ തേടേണ്ട ആവശ്യമില്ല എന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. കേരളത്തിൽ ഇത്തവണയും BJP ഒരു സീറ്റിലും ജയിക്കില്ലെന്ന് CPMൽ ചേർന്ന AK നസീർ പ്രതികരിച്ചു. NDA സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നത്. വെള്ളിയാഴ്ച പാലക്കാട് എത്തുന്ന നരേന്ദ്രമോദി BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിനായി പ്രചാരണത്തിനിറങ്ങും. റോഡ് ഷോയിലും പങ്കെടുക്കും. അതിനിടെ ഒരു മുന്നണിയായിട്ടും PC ജോർജും തുഷാർ വെള്ളാപ്പള്ളിയുമായുള്ള തർക്കം തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടന്നിട്ടും വഴങ്ങാൻ ഇരുകൂട്ടരും തയ്യാറല്ല. PC ജോർജിന്റെ പിന്തുണ തേടേണ്ട ആവശ്യമില്ലെന്ന് തുഷാർ വെള്ളാപ്പള്ളി. അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ എപ്പോഴും ഞങ്ങൾക്ക് കൂടുതൽ വോട്ട് നൽകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആവശ്യമില്ല. അതുപോലെ ഞങ്ങൾ അതുമായിട്ട് യാതൊരു പ്രശ്നമില്ലല്ലോ. അദ്ദേഹം എന്തോ പറയുന്നു, അതും അത് സാധാരണ പറയുന്ന പോലെ പറയുന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. അദ്ദേഹത്തിന് തേടേണ്ട ആവശ്യമില്ലല്ലോ ഞങ്ങൾക്ക്. കാര്യം അല്ലെങ്കിൽ BJPക്കാരനല്ലേ. തുഷാറിനെതിരെയും വെള്ളാപ്പള്ളി നടേശനെതിരെയും സ്വീകരിച്ച നിലപാടുകൾ മയപ്പെടുത്താൻ PCയും തയ്യാറായിട്ടില്ല. തർക്കം NDAയ്ക്ക് വലിയ തലവേദനയാവുകയാണ്. കേരളത്തിൽ BJP ഇത്തവണയും ഒരു സീറ്റ് പോലും വിജയിക്കില്ലെന്ന് BJP വിട്ട് CPIMൽ ചേർന്ന AK നസീർ പറഞ്ഞു. ഇന്ന് BJPയിൽ വരുന്ന ആളുകൾ മുഴുവൻ യഥാർത്ഥത്തിൽ കേരളത്തിലെ BJP ഘടകവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകളാണ്. അതുകൊണ്ട് BJPക്ക് വരുന്ന വിപത്ത് എന്താന്ന് വെച്ചാൽ കേരളത്തിലെ BJP പ്രവർത്തകരുടെ അംഗീകാരം ഇവർക്ക് ആർക്കും കിട്ടാൻ പോകുന്നില്ല. 24 കോട്ടയം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുത്തിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ. രാജ്യത്തെങ്ങും വികസന കുതിപ്പിന്റെ ആഘോഷമാണ് നടക്കുന്നതെന്ന് വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് നരേന്ദ്രമോദി പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടനുണ്ടാകും. കൊൽക്കത്ത ബ്രിഗേഡ് മൈതാനിയിൽ റാലി തുടങ്ങി. രാജ്യത്തെ വിഭാഗീയതയിൽ നിന്നും രക്ഷിക്കാൻ ഇത്തവണ BJP ഇതര സർക്കാർ യാഥാർത്ഥ്യമാക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് ലക്ഷ്യം, കടമ എന്ന് പറയുന്നു മമതാ ബാനർജി. വീണ്ടും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷം ആദ്യമായാണ് മോദി വാരണാസിയിലെത്തുന്നത്.
രാവിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്തി സന്ദർശന പരിപാടികൾ തുടങ്ങി. പിന്നീട് ഓൺലൈനായി 10,000 കോടി രൂപയുടെ 15 പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിച്ചു. ഡൽഹി വിമാനത്താവളം, ലക്നൗ, പൂനെ എന്നിവിടങ്ങളിലെ പുതിയ ടെർമിനലുകളാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തത്. രാജ്യം വികസനത്തിന്റെ കാര്യത്തിൽ സന്ധി ചെയ്യാത്ത വർഷങ്ങളിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് പ്രധാനമന്ത്രി അവകാശപ്പെട്ടു. വികസനം സാധാരണക്കാരന്റേതായി അനുഭവവേദ്യമാകുന്ന ഈ കാലം മുൻകാലങ്ങളിൽ നിന്നും ഭിന്നമാണ്. കൊൽക്കത്തയിലെ ബ്രിഗേഡ് ഗ്രൗണ്ടിൽ ജനസഹസ്രങ്ങളെ അണിനിരത്തി തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ BJPയുടെ പ്രചരണങ്ങൾക്ക് മറുപടി ഒരുക്കി. ഭിന്നിപ്പിന്റെയും വിഭാഗീയതയുടെയും പിടിയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ BJP ഭരണം അവസാനിപ്പിക്കുക എന്ന ചരിത്രപരമായ ദൗത്യമാണ് പാർട്ടി ഇത്തവണ നിർവഹിക്കുകയെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അവകാശപ്പെട്ടു. കേന്ദ്ര ഏജൻസികൾ എത്ര വിചാരിച്ചാലും ബംഗാളിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാവില്ല. ഹരിയാനയിലും രാജസ്ഥാനിലും BJPക്ക് തിരിച്ചടി നൽകി 2 MPമാർ പാർട്ടി വിട്ടു. ഹിസാറിൽ നിന്നുള്ള MP ബിജേന്ദ്ര സിംഗും ചുരു മണ്ഡലത്തിൽ നിന്നുള്ള MP രാഹുൽ കസ്വാനുമാണ് പാർട്ടി വിട്ടത്. ഇതിൽ ബ്രിജേന്ദ്ര സിംഗ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയിൽ നിന്ന് പാർട്ടി അംഗത്വം സ്വീകരിച്ചു. 2014 കോൺഗ്രസ് വിട്ടാണ് പിതാവിനൊപ്പം ബ്രിജേന്ദ്ര സിംഗ് BJPയിൽ ചേർന്നത്. BJPയുടെ തെരഞ്ഞെടുപ്പ് സമിതിയുടെ അനൗപചാരിക കൂടിക്കാഴ്ചകളും ഇതിനിടെ ഡൽഹിയിൽ ആരംഭിച്ചു. വൈകിട്ട് നടക്കുന്ന സ്ഥാനാർത്ഥി നിർണയ സമിതി യോഗത്തിന് ശേഷം 2ാം ഘട്ട പട്ടിക പ്രഖ്യാപിക്കുകയാണ് ലക്ഷ്യം. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. സാധാരണ ഇപ്പോൾ കേൾക്കുന്നത് കോൺഗ്രസിൽ നിന്ന് BJPയിലേക്കുള്ള നേതാക്കളുടെ പോക്കാണെങ്കിൽ അത് വളരെ അപൂർവമായി, അതും ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്നാണ്. നമ്മൾ നേരത്തെ കേട്ട ബ്രിജേന്ദ്ര സിംഗ് ഒരു മുൻ IAS ഉദ്യോഗസ്ഥനൊക്കെ ആയിരുന്നു. ഹിസാറിലെ MP ആണ് അദ്ദേഹം അവരും കൂടി കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു. ആയാറാം ഗയാറാം. കലോത്സവത്തിനിടെ സംഘർഷം. കേരള സർവകലാശാല യുവജനോത്സവത്തിനിടെ SFI പ്രവർത്തകർ കയ്യേറ്റം ചെയ്തുവെന്ന് ആരോപിച്ച് KSU നടത്തിയ പ്രതിഷേധത്തിനിടെ അസാധാരണ സംഭവങ്ങൾ. പ്രധാന വേദിയിലേക്ക് തള്ളിക്കയറിയ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. മനഃപൂർവ്വം യുവജനോത്സവം അലങ്കോലപ്പെടുത്താനുള്ള ശ്രമമെന്നാണ് SFI വിശദീകരണം. ഗവൺമെന്റ് ലോ കോളേജിലെ ഒപ്പന ടീമിനൊപ്പം വന്ന KSU പ്രവർത്തകരെ SFI കയ്യേറ്റം ചെയ്തെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധങ്ങളുടെ തുടക്കം. മത്സരം നടക്കുന്ന വേദിയിലേക്ക് കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. ആക്രമിച്ച SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് KSU. 3 ദിവസമായിട്ട് ഇവിടെ ലാഭങ്ങളില്ലാണ്ട് കലോത്സവത്തിന് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന 2 പേരെ ഇന്നും ഒരു പ്രകോപനമില്ലാണ്ട് കലോത്സവത്തിന് ഒപ്പന ടീമിനോട് വന്ന് അവരെ വണ്ടിയെ നിറക്കി അടിച്ചു ഉപദ്രവിച്ച അവരെ അതിനെതിരെ ചോദിക്കാൻ വന്ന് അത് ഈ കൊണ്ടുപോയ പോലീസിന്റെ കൺമുന്നിൽ ഇട്ടിട്ട് ഇതൊക്കെ നടന്നു. പോലീസുകാരെ വിട്ടുകൊടുത്ത അവർക്ക് കൊല്ലാൻ വേണ്ടി. ഒപ്പന മത്സരങ്ങൾ അലങ്കോലപ്പെട്ടതോടെ KSU പ്രവർത്തകർക്കെതിരെ മത്സരാർത്ഥികളും തിരിഞ്ഞു. നമ്മൾ 1.5 ദിവസം കൊണ്ട് മേക്കപ്പ് ചെയ്തിരിക്കണം, നമുക്ക് കളിക്കട്ടെ. എന്നാ പിന്നെ അവളുമാര് നേരത്തെ കേറാത്ത എന്തേ? പ്രതിഷേധിച്ചവരെ പരിഹസിച്ച് സംഘാടക സമിതി പാട്ടിട്ടതോടെ സംഘർഷമായി. ബലം പ്രയോഗിച്ച് പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. യുവജനോത്സവം അലങ്കോലപ്പെടുത്താനുള്ള ശ്രമമാണ് KSU നടത്തുന്നതെന്നായിരുന്നു SFIയുടെ വിശദീകരണം. അതിനിടെ കഴിഞ്ഞ ദിവസമുണ്ടായ കോഴ വിവാദത്തിൽ പരാതിയുമായി മാർ-ഇവാനിയസ് കോളേജും രംഗത്ത് വന്നിട്ടുണ്ട്. യൂണിയൻ ഭാരവാഹികൾ യുവജനോത്സവം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നെന്നാരോപിച്ചായിരുന്നു ചാൻസലർക്ക് പരാതി നൽകിയത്. വെൽക്കം ബാക്ക് പ്രേക്ഷകരെ. സമയം 1 മണി കഴിഞ്ഞ് 43:45 അവിടെ ഇരിട്ടി കാഞ്ചാറിലെ ഇരട്ടക്കൊലപാതകത്തിൽ തറ കുഴിച്ചുള്ള പരിശോധന തുടരുകയാണ്. നമ്മൾ ഒരിക്കൽ കൂടി രാഹുൽ വിജയനിലേക്ക് പോകുന്നു. രാഹുൽ, ഇത് മൃതദേഹത്തിൻ്റെതാണ് എന്ന സ്ഥിരീകരണം വരുന്നുണ്ടോ? മനുഷ്യന്റെ മൃതദേഹം തന്നെ എന്നുള്ള കാര്യത്തിൽ എന്തായാലും സ്ഥിരീകരണം വന്നിട്ടുണ്ട്. അതായത് ഒരു തലയോട്ടിയും അതുപോലെ തന്നെ അസ്ഥിയുടെ ഭാഗങ്ങളുമാണ് ഈ കുഴിയിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ആ കുഴിയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ മൃതദേഹം ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ അവശിഷ്ടങ്ങളും ആ കുഴിക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ആരുടേതാണ് ഈ മൃതദേഹം എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വരണമെങ്കിൽ DNA ടെസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. എന്തായാലും മനുഷ്യന്റെ മൃതദേഹമാണ് ആ കുഴിക്കകത്തുണ്ടായിരുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് പോലീസ് ഉൾപ്പെടെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് ലഭ്യമാകുകയും ചെയ്തിട്ടുണ്ട്. തലയോട്ടിയും അതുപോലെ തന്നെ അസ്ഥിയുടെ ഭാഗങ്ങളും മറ്റൊരു പാൻറ്റും
ഈ കുഴിയിൽ നിന്നുണ്ടായിരുന്നു. ഈ മൃതദേഹം ഞെരുങ്ങിക്കൂടി, അതായത് ഒടിഞ്ഞ് കൂടിയിരിക്കുന്ന അവസ്ഥയിലായിരുന്നു, അതായത് കിടത്തിയിട്ടിരിക്കുകയല്ലായിരുന്നു എന്നുള്ളതാണ് അവിടെ കണ്ടിറങ്ങി വന്ന ആളുകൾ പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പൂർണ്ണമായിട്ടും മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഫോറൻസിക് വിദഗ്ധരൊക്കെ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ പാക്ക് ചെയ്യുന്ന നടപടികളിലേക്കൊക്കെ കടക്കുകയും ചെയ്തിട്ടുണ്ട്. മനുഷ്യന്റെ മൃതദേഹം തന്നെയെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതായത് പ്രതി നിതീഷ് പറഞ്ഞതനുസരിച്ച് ഈ കൊല്ലപ്പെട്ടത് വിജയൻ തന്നെയാണ്. വിജയനെയാണ് ആ കുഴിക്കകത്ത് മറവ് ചെയ്യുകയും ചെയ്തിരുന്നത്. വിജയന്റെ മൃതദേഹാവശിഷ്ടം തന്നെ ആയിരിക്കാം എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ എന്തായാലും തീരുമാനം ആയിരിക്കുന്നത്. രാഹുൽ, അത് വിജയൻ്റെതാണോ എന്ന് അറിയണമെങ്കിൽ അപ്പോൾ അത് ശാസ്ത്രീയ പരിശോധന എന്തായാലും വേണം, അല്ലേ? അപ്പോൾ ഇനി ബാക്കി പരിശോധനകൾ എന്തായാലും അതിൻ്റെ ദുരൂഹത അങ്ങനെ തുടരുമ്പോഴും അന്വേഷണം വളരെ കാര്യക്ഷമമായി ഒരു ദിശാബോധത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുന്നു, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇത് വിജയന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ തന്നെയാണോ എന്നറിയണമെങ്കിൽ ശാസ്ത്രീയ പരിശോധനകൾ കൂടിയേ തീരൂ. DNA പരിശോധന ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. അതിന്റെ നടപടിക്രമങ്ങൾ പോലീസ് നടത്തി വരികയുമാണ്. മാത്രമല്ല, ഇവിടെ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഒരു സാഹചര്യത്തിൽ അടുത്ത ഘട്ടമെന്ന നിലയിൽ ഈ കട്ടപ്പനയിലെ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ സ്ഥലത്തും, അതായത് പശുത്തൊഴുത്താണ്, മറ്റൊരു വീടിന്റെ പശുത്തൊഴുത്തിലാണ്, അവിടേക്കും ഉടൻ തന്നെ പരിശോധന നടത്താൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് പോകും. കാരണം ഈ മൊഴികളൊക്കെ ഉറപ്പായി വരികയാണ്. മൊഴികളിലൊന്നും വ്യത്യാസമില്ല, പറഞ്ഞ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ് എന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഇനി അതിന് കാലതാമസം വരുത്തേണ്ട എന്നുള്ളൊരു തീരുമാനം പോലീസിന് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് കട്ടപ്പന സാഗര ജംഗ്ഷനിലുള്ള ഇവർ നേരത്തെ താമസിച്ചിരുന്ന വീട്ടിലേക്ക് പരിശോധനയ്ക്ക് പോകും. നവജാത ശിശുവിന്റെ മൃതദേഹത്തിന്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതാണ് പോലീസ് ശ്രമിക്കാൻ പോവുക. പക്ഷേ അത് എത്രത്തോളം വിജയകരമാകുമെന്നുള്ള സംശയം പോലീസിന് സ്വാഭാവികമായിട്ടുമുണ്ട്. 4 ദിവസം പ്രായം മാത്രമുള്ള കുഞ്ഞിനെയാണ് കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയത്. അതിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള സംശയം പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും പരിശോധന അവിടെയും നടത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മോഷണ ശ്രമവുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് പിടികൂടുന്നു. അവിടെ നിന്ന് മോഷണ മുതലുകൾ എന്തെങ്കിലും ഇവർ താമസിച്ചിരുന്ന വീട്ടിലുണ്ടോ എന്ന് അന്വേഷിച്ച് കട്ടപ്പന SI സുനേഖിന്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തുന്നു. ഇവിടെ വന്നതിന് ശേഷം അവർ കണ്ട കാഴ്ചകൾ വെച്ച് അവർക്ക് തോന്നിയ സംശയമാണ് 2 പേരുടെ 2 കൊലപാതകങ്ങൾ തെളിയാൻ ഇടയായിരിക്കുന്ന, അല്ലെങ്കിൽ 2 കൊലപാതകങ്ങളുടെ വലിയ ഞെട്ടിക്കുന്ന കഥകൾ പുറത്തു വരാൻ ഇടയാക്കിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ വിജയനാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നമ്മുടെ 1 മണി മുതൽ തന്നെ തുടർച്ചയായി തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കൊന്നുകുഴിച്ചു മൂടി എന്നായിരുന്നു മൊഴി. ആ മൊഴി ശരിവെക്കുന്ന രീതിയിൽ അന്വേഷണ സംഘത്തിന് മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടിയിരിക്കുന്നു. അത് വിജയൻ്റെതാണോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അറിയണമെങ്കിൽ ശാസ്ത്രീയ പരിശോധന അനിവാര്യവുമാണ്. വന്യമൃഗശല്യം പെരുകിയ സാഹചര്യത്തിൽ കേരളം, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളുടെ കോർഡിനേഷൻ യോഗം ബന്ദിപ്പൂരിൽ തുടങ്ങി. കേരള, കർണാടക വനമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് മുതിർന്ന ഉദ്യോഗസ്ഥരാണ് എത്തിയത്. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പ ചെയ്യുന്നു. സുർജിത്ത്, രൂക്ഷമായ വന്യമൃഗശല്യമാണ്. കേരളത്തിൽ മാത്രമല്ല ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലൊക്കെ ആ പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു സംയുക്ത സഹകരണത്തിൽ എങ്ങനെ ഇത് തടയാൻ കഴിയും എന്നതാവില്ലേ പ്രധാന അജണ്ട? ഹാഷ്മി, അത്തരത്തിൽ തന്നെയാണ് ഈ പല ഘട്ടങ്ങളിലും ഈ കർണാടക വനമേഖലയിൽ നിന്നുൾപ്പെടെ വിടുന്ന മൃഗങ്ങൾ കേരളത്തിൻ്റെ വനമേഖല കടന്ന് അത് ജനവാസ കേന്ദ്രത്തിലേക്ക് എത്തി ആളുകളെ ആക്രമിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് അടുത്തിടെ ഉണ്ടായ തണ്ണീർക്കൊമ്പൻ്റെ കാര്യത്തിലും അതോടൊപ്പം തന്നെ ബേലൂർ മക്കനയുടെ കാര്യത്തിലും അത്തരം സംഭവങ്ങളുണ്ടായി. ഇതെല്ലാം തന്നെ കർണാടക റേഡിയോ കോഡർ ഘടിപ്പിച്ച് വിട്ട മൃഗങ്ങളാണ്. അവയാണ് ഇവിടേക്ക് ഇറങ്ങി വന്ന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു യോഗം 3 സംസ്ഥാനങ്ങളിലെയും ഉന്നതതല ഉദ്യോഗസ്ഥരും മന്ത്രിമാരും പങ്കെടുക്കുന്ന യോഗം നടക്കുന്നത്. യോഗം ഏതാണ്ട് 11:30 ആരംഭിച്ചത്. ഇതിൽ തമിഴ്നാട് വനമന്ത്രിയായിട്ടുള്ള M. മതിവന്ദൻ ഇതിനകത്ത് പങ്കെടുക്കുന്നില്ല, ഉദ്യോഗസ്ഥരാണ് പങ്കെടുക്കുന്നത്. പക്ഷേ കർണാടക വനമന്ത്രി ഈശ്വർ ഖാണ്ഡ്രെ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്ത് നിന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ്റെ നേതൃത്വത്തിൽ 15-അംഗ സംഘവും പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ഒരു അറിയിപ്പ് കിട്ടുക, അതോടൊപ്പം തന്നെ ഇങ്ങനെ വന്യമൃഗങ്ങളെ തുറന്നു വിടുന്നതിൻ്റെ ആ ഒരു സാഹചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. എന്തായാലും ഈ വലിയ രീതിയിലുള്ള പ്രശ്നമാണ് ഈ ബേലൂർ മക്കനയുടെ കാര്യത്തിലും അതോടൊപ്പം തന്നെ ഈ തണ്ണീർക്കൊമ്പൻ്റെ കാര്യത്തിലും ഉണ്ടായത്. ബേലൂർ മക്കന ഒരാളെ കൊലപ്പെടുത്തുന്നതിലേക്ക് കാര്യങ്ങളെത്തി. ആ ഒരു സാഹചര്യത്തിലാണ് അത് ഈ വലിയ രീതിയിൽ ഈ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നീലഗിരി ബയോസ്ഫിയറിൻ്റെ ഭാഗമായിട്ടുള്ള നാഗർഹോളെ വയനാട് വന്യജീവി സങ്കേതം, ബന്ദിപ്പൂർ വനമേഖല, ഒപ്പം തന്നെ നീലഗിരി വനമേഖലയുടെ മുതുമല അടക്കമുള്ള വനമേഖല, അതെല്ലാം തന്നെ ചേർന്ന് കിടക്കുന്ന ഭൂമിശാസ്ത്രമാണുള്ളത്. 3 സംസ്ഥാനങ്ങളുടെ അതിർത്തി പങ്കിടുന്ന
നിൽക്കുന്ന വനമേഖലയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു യോഗം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു സമിതിക്ക് ഇതുമായി ബന്ധപ്പെട്ട് രൂപം നൽകും. ഏത് തരത്തിലാണ് ഇത് കോർഡിനേറ്റ് ചെയ്യേണ്ടതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരും. ആ കാര്യങ്ങൾ കൃത്യമായി കേരളത്തിൻ്റെ വാദമുഖം കൃത്യമായി ഇവിടെ അവതരിപ്പിക്കപ്പെടും. കാരണം സംസ്ഥാന വനമേധാവി അടക്കം ഉള്ളവർ പങ്കെടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഹാഷ്മി, സുർജിത്ത് അയ്യപ്പത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ 3 സംസ്ഥാനങ്ങളും ഏതാണ്ട് സമാനമായ പ്രതിസന്ധി നേരിടുന്നവരാണ്. അപ്പോൾ സംയുക്ത സഹകരണത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നത് ആലോചിക്കുകയാണ്. കോഴിക്കോട് അതിനിടയിൽ വീണ്ടും വന്യജീവി ആക്രമണം ഉണ്ടാകുന്നു. കുറ്റ്യാടിയിൽ പുലി ഇറങ്ങി വളർത്തുനായെ കൊന്നു തിന്നു. കക്കയം ഹൈഡൽ ടൂറിസം കേന്ദ്രത്തിൽ ഇന്നലെ അർദ്ധരാത്രിയോടെ ഇറങ്ങിയ ആനയെ നാട്ടുകാർ കാട്ടിലേക്ക് തുരത്തി. കോഴിക്കോട് കുറ്റ്യാടി പശുക്കടവിലാണ് വീണ്ടും പുലി ഇറങ്ങിയത്. കോനാട്ട് സന്തോഷിന്റെ വീട്ടിലെ വളർത്തുനായയെ പുലി കൊന്നു തിന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കക്കയത്ത് കർഷകൻ എബ്രഹാമിനെ കാട്ടുപോത്ത് ആക്രമിച്ചു കൊന്നതിന് സമീപത്താണ് ഇന്നലെ അർദ്ധരാത്രി കാട്ടാന ഇറങ്ങിയത്. ഹൈഡൽ ടൂറിസം കേന്ദ്രത്തിന് സമീപത്ത് തമ്പടിച്ച ആനയെ നാട്ടുകാർ പടക്കം പൊട്ടിച്ച് കാട്ടിലേക്ക് തുരത്തി. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് നിത്യസംഭവമായി മാറിയതോടെ കടുത്ത ആശങ്കയിലാണ് നാട്ടുകാർ. 24 കോഴിക്കോട്. ഇന്നലെ കമന്റ് ബോക്സിൽ ആനയുടെ വാർത്തയൊന്നും കണ്ടില്ലോ എന്ന് ഏതൊരു പ്രേക്ഷകൻ ചോദിച്ചായിരുന്നു. ആ പ്രേക്ഷകന് സന്തോഷമായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. എന്താ ഒരു പ്രേക്ഷകനോട് പറയുകയാണ്, ഇലക്ഷൻ പ്രമാണിച്ച് RBS എന്ന ഹാൻഡിലാണ് കേട്ടോ. ഇലക്ഷൻ പ്രമാണിച്ച് ഗ്യാസ് വില കുറയുന്നത് ഇലക്ഷൻ കഴിഞ്ഞ് വില കൂടുന്നു. ഇതെന്ത് പ്രതിഭാസം? വേലിയേറ്റം വേലിയിറക്കം എന്നറിയപ്പെടുന്ന ഇതാണോ എന്ന് ചോദിക്കുകയാണ്. ഗ്യാസ് വില മാത്രമല്ല ഇന്ധനവിലയും സമാനമായ ഒരു സാഹചര്യമുണ്ട്. അതൊരു വല്ലാത്ത വിസ്മയമാണ്. എന്ന് പറഞ്ഞാൽ ഇന്ധന വില നിർണ്ണയത്തിൽ സർക്കാരിന് പങ്കില്ല എന്ന് പറയുകയും ചെയ്യും. കൃത്യം ഇലക്ഷൻ സമയമാകുമ്പോൾ നിൽക്കുകയും കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം നമ്മൾ കാലാകാലങ്ങൾ കാണുന്നതാണ്. അതൊരു പ്രതിഭാസമാണ്. വർക്കലയിൽ ചട്ടങ്ങൾ പാലിക്കാതെയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർമ്മിച്ചതെന്ന് വിവരാവകാശ കമ്മീഷന്റെ രേഖ. തീരദേശ പരിപാലന ചട്ടങ്ങൾ പാലിച്ചിട്ടില്ല. കോസ്റ്റൽ സോൺ മാനേജ്മെന്റിന്റെ അനുമതി വാങ്ങിയിട്ടില്ലെന്നും രേഖയിൽ പറയുന്നു. അപകടത്തിൽ ടൂറിസം ഡയറക്ടർ PB നൂഹ് ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം നടപടിയെടുക്കുമെന്ന് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർമ്മാണത്തിൽ ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നാണ് വിവരാവകാശ രേഖയിൽ. തീരദേശ പരിപാലന ചട്ടങ്ങൾ പാലിക്കാതെയാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നതെന്നും കോസ്റ്റൽ സോൺ മാനേജ്മെന്റിന്റെ അനുമതി വാങ്ങിയിട്ടില്ലെന്നും ആരോപണമുയരുന്നുണ്ട്. താൽക്കാലിക നിർമ്മാണമായതിനാലാണ് ഇത്തരം അനുമതികൾ ആവശ്യമില്ലാത്തതെന്നാണ് രേഖയിൽ വ്യക്തമാക്കുന്നത്. ടൂറിസം ഡയറക്ടർ PB നൂഹ് സംഭവവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും. റിപ്പോർട്ടിന് ശേഷം നടപടിയെടുക്കാമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. അത് പൊതുവെ എല്ലായിടത്തും പരിശോധനകൾ നടത്തണം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. കാലാവസ്ഥയിൽ മാറ്റങ്ങളുണ്ടെങ്കിൽ അതിനനുസരിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നൊക്കെയുള്ള വിവരം നേരത്തെ കൊടുത്താണ്. അപ്പോൾ ഇത് എന്തൊക്കെയാണ് എന്നുള്ളത് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഒരു തീരുമാനം കൈക്കൊള്ളും. പാലം തകർന്നത് ആരുടെ വീഴ്ചയെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്ന് അടൂർ പ്രകാശ് MP. അതല്ലാതെ മന്ത്രി അവിടെ നിന്ന് മുട്ട വെച്ചെഴുതി ഒപ്പിട്ട് കൊടുത്ത് ഇതങ്ങ് സ്ഥാപിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങളുടെ ജീവനും അപകടം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ അഴിമതി നടന്നു? ഒരു ജുഡീഷ്യൽ അന്വേഷണം ഈ കാര്യത്തിൽ നടക്കണം. അതേസമയം അപകടത്തിൽ സ്വകാര്യ ഏജൻസിക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് വർക്കല മുനിസിപ്പാലിറ്റി ചെയർമാൻ KM ലാജി പറഞ്ഞു. പൂർണ്ണമായ സുരക്ഷ ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ ഇനി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പ്രവർത്തിപ്പിക്കൂ എന്നാണ് നഗരസഭയുടെ നിലപാട്. 24 തിരുവനന്തപുരം. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സമയം 1:57:56 വാർത്തായാത്ര തുടരുന്നത്. നമ്മുടെ ആമിന പറയുകയാണ്, ഹാഷ്പുറ നമ്മുടെ ദേവിക ചേച്ചിയെ കാണാനില്ലല്ലോ, അലി മണ്ണാർക്കാടിനെ കാണാനില്ലല്ലോ. ശരിയാണല്ലോ, ദേവി ചേച്ചിയെ കണ്ട് കുറേ നാളായി. എവിടാണോ എന്തോ ആരോഗ്യ പ്രശ്നമൊക്കെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് സുഖമായി പെട്ടെന്ന് കമന്റ് ബോക്സിൽ കൂടി വരാൻ അഭ്യർത്ഥിക്കുകയാണ്. അലി മണ്ണാർക്കാടിനെ കണ്ടിട്ട് കുറേ ദിവസമായി. ശരിയാ. തൃശ്ശൂർ വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം ആദിവാസി കോളനിയിൽ മരിച്ച കുട്ടികളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകി. മരണകാരണം കണ്ടെത്താൻ ആന്തരികാവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചു. 8 വയസ്സുള്ള അരുൺകുമാറിന്റെയും 15 വയസ്സുള്ള സജിക്കുട്ടന്റെയും മൃതദേഹങ്ങളാണ് ഇന്നലെ കാടിനുള്ളിൽ നിന്ന് കണ്ടെത്തിയത്. ഇക്കഴിഞ്ഞ 2-ാം തീയതി മുതലാണ് സജിക്കുട്ടനെയും അരുൺകുമാറിനെയും കാണാതായത്. വ്യാഴാഴ്ച കുടുംബം പോലീസിൽ പരാതി നൽകി. ആദ്യഘട്ടത്തിൽ കുട്ടികൾക്കായി വീട്ടുകാരും പിന്നീട് നാട്ടുകാരും പോലീസും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും ഇരുവരെയും കണ്ടെത്താനായിരുന്നില്ല. തുടർന്നാണ് പോലീസിന്റെയും വനംവകുപ്പിന്റെയും നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ശാസ്താംപൂവം കോളനിക്ക് സമീപമുള്ള ഉൾവനത്തിൽ തിരച്ചിൽ നടത്തിയത്. ഉച്ചയോടെ 8 വയസ്സുകാരൻ അരുൺകുമാറിന്റെ മൃതദേഹമാണ് ആദ്യം കണ്ടെത്തിയത്. മരത്തിൽ നിന്ന് വീണു മരിച്ചതിന് സമാനമായ രീതിയിലായിരുന്നു മൃതദേഹം. അരുൺകുമാറിന്റെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തു നിന്ന് 200 മീറ്ററോളം മാറിയാണ് സജിക്കുട്ടന്റെ മൃതദേഹം കണ്ടെത്തിയത്. അരുൺകുമാറിന്റെ മൃതദേഹം കൂടുതൽ പഴകിയ നിലയിലാണ്. 15 പേരടങ്ങുന്ന 7 സംഘങ്ങളായി നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ അസ്വാഭാവികതയുള്ളതിനാൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തൃശൂർ മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടം നടപടികൾക്കു ശേഷം
ഇരുമൃതദേഹവും ബന്ധുക്കൾക്ക് വിട്ടു നൽകി. അതേസമയം ഇരുവരുടെയും ആന്തരികാവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചു. ഇതിന്റെ റിപ്പോർട്ട് വന്നാൽ മാത്രമേ മരണകാരണം വ്യക്തത വരൂ. 24 തൃശൂർ. മേപ്പയൂർ പോലീസിനെതിരെ സൈനികന്റെ പരാതി. സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മർദ്ദിച്ചെന്നാരോപിച്ച് മേപ്പയൂർ സ്വദേശി അതുലാണ് കോഴിക്കോട് റൂറൽ എസ് പിക്ക് പരാതി നൽകിയത്. വാഹന പരിശോധനയ്ക്ക് സഹകരിച്ചില്ലെന്നാരോപിച്ചാണ് അതുലിനെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയത്. സൈനികനാണെന്ന് അറിയിച്ചിട്ടും കൈവിലങ്ങ് അണിയിച്ച് മർദ്ദിച്ചുവെന്ന് അതുൽ ആരോപിച്ചു. വൈകുന്നേരം ഒരു 7 മണിയോടെ തന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. ഇനി ബൈക്ക് എന്തോ ഹെൽമെറ്റ് ഇട്ടാടെ പോയി എന്നാണ് അവരെന്നോട് പറയുന്നത്. അതിന് ഞാൻ എന്തെങ്കിലും തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ അവർ പറഞ്ഞു അവിടെ ഇരിക്കുന്നത് പറഞ്ഞ മോശമായ രീതിയിലാണ് അവർ സംസാരിച്ചത്. എന്നോട് മോശമായ രീതി സംസാരിച്ച ഇതിൽ ഞാൻ അവരോട് പറഞ്ഞു, സാറേ ഞാനിത് പട്ടാളക്കാരനാണ്, ഞാനിങ്ങനെ ലീവിന് വന്നതാണ്. അവർ പറഞ്ഞു വേറെ അവിടെയുള്ള SI അയാൾ എന്ത് എക്സ് മിലിറ്ററിക്കാരനാണോ അങ്ങനെ എന്തോ പറഞ്ഞ് അയാൾ ഞാനിവിടെ സർവീസ് ചെയ്തതായിരുന്നു. ഞാനിപ്പം പോലീസുകാരൻ അവരെ SI അവിടുത്തെ വന്നിട്ട് ഹാൻഡ് കഫ് ഉപയോഗിച്ച് എന്നെ ലോക്ക് ചെയ്തിട്ട് ഇവർ 3 പേര് കൂടി നിന്ന് എന്നെ ചവിട്ടി അടിക്കുകയും ചെയ്തതാണ്. അപ്പോൾ അടിച്ചതിന് ശേഷം എൻ്റെ ഷോൾഡർ ഡൗൺ ആയി. ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ആയ സമയത്ത് ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ കൈ പെയിൻ ആവുന്നുണ്ട്, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന്. ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞാൽ അവരെന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ നിഷേധിക്കുകയും അവിടെ ഇരിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ഹാൻഡ് കഫ് ഇട്ടാണ് അവരെന്നെ. അഭിജിത്ത് മുഴക്കുന്നു. അഭിജിത്ത്, ഷോൾഡർ ഡിസ്ലൊക്കേഷനായി എന്ന് പറഞ്ഞാൽ തോള് തെറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് മർദ്ദനം തുടർന്നു എന്നാണ് പറയുന്നത്. എന്താണ് അങ്ങനെ അത്രയും ക്രൂരമായി മർദ്ദിക്കാനുള്ള ചേതോവികാരം എന്താണ് അഭിജിത്ത്? ഹാഷ്മി, അതുൽ പറയുന്നതനുസരിച്ച് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഇന്നലെയാണ്. അവധിക്ക് നാട്ടിലെത്തിയതാണ് സൈനികനായ അതുൽ. ഇന്നലെ വാഹന പരിശോധനയുമായി ബന്ധപ്പെട്ട് പോലീസ് കൈ കാണിച്ച് നിർത്താത്തതിനെ തുടർന്ന് അതുലിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു. തുടർന്ന് രാത്രി 7 മണിയോടടുപ്പിച്ച് അതുൽ മേപ്പയൂർ പോലീസ് സ്റ്റേഷനിലെത്തി. തുടർന്നാണ് ഈ അതുൽ ആരോപിക്കുന്ന തരത്തിലുള്ള സംഭവവികാസങ്ങളൊക്കെ തന്നെ സ്റ്റേഷനിൽ വെച്ച് അരങ്ങേറുന്നത്. സ്റ്റേഷനിലെ SI അതുലിനെ മർദ്ദിച്ചു എന്നുള്ളതാണ് അതുലിന്റെ ആരോപണം. താൻ സൈനികനാണ് എന്നറിയിച്ചിട്ടും കൈവിലങ്ങ് അണിയിച്ചുകൊണ്ട് തന്നെ ക്രൂരമായ രീതിയിൽ മർദ്ദിച്ചു, അസഭ്യം പറഞ്ഞു, തൻ്റെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങി. പിന്നീട് ഈ പുറത്ത് നാട്ടുകാരൊക്കെ കൂടി നിൽക്കുന്നത് കണ്ടാണ് ഈ മർദ്ദനം നിർത്താൻ പോലീസ് തയ്യാറായത്. പിന്നീട് സ്റ്റേഷനിലേക്ക് പേരാമ്പ്ര ഹോസ്പിറ്റലിലേക്ക് അതുലിനെ കൊണ്ടുപോയിരുന്നു. പക്ഷെ അവിടുന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. പക്ഷേ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പോലീസ് തയ്യാറായില്ല എന്നുകൂടി അതുൽ ആരോപിക്കുന്നുണ്ട്. അതായത് കൃത്യമായി ഇത്തരം ഒരു സ്റ്റേഷനിലേക്ക് തന്നെ വിളിപ്പിച്ചതനുസരിച്ച് താൻ എത്തുന്നു, പക്ഷേ അവിടെ എത്തിയതിനു ശേഷം ക്രൂരമായ രീതിയിലാണ് പോലീസ് തന്നോട് പെരുമാറിയത് എന്നുള്ളതാണ് അതുലിന്റെ ആരോപണം. ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് അതുൽ കോഴിക്കോട് റൂറൽ SPക്ക് ഒരു പരാതി നൽകിയത്. ഇക്കാര്യത്തിൽ പോലീസിനോട് നമ്മൾ ചോദിച്ചിരുന്നു. പോലീസ് നൽകുന്ന വിശദീകരണം ആ രീതിയിലുള്ള ഒരു പെരുമാറ്റം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതായത് അതുൽ സ്റ്റേഷനിലേക്ക് എത്തുകയും അവിടെ പാറാവുണ്ടായിരുന്ന പോലീസുകാരനോട് മോശമായി പെരുമാറുകയുമായിരുന്നു. തുടർന്നാണ് പോലീസ് ചെറിയ രീതിയിലുള്ള ഒരു ഉന്തും തള്ളും അവിടെ ഉണ്ടായിരുന്നു എന്നതിൽ കവിഞ്ഞ് മർദ്ദിച്ചിട്ടില്ല എന്നുള്ളൊരു വിശദീകരണമാണ് ഇക്കാര്യത്തിൽ പോലീസ് നൽകുന്നത്. ഒപ്പം തന്നെ അനന്തപുരി സോൾജിയേഴ്സ് സംഘടനയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്കും DGPക്കും ഒരു പരാതി നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം വേണം എന്നുള്ളതാണ് ഈ സംഘടനയുടെ ആവശ്യം. ഏതായാലും അതുൽ കോഴിക്കോട് റൂറൽ SPക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് റൂറൽ SP ഉടൻ തന്നെ കടക്കും എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. ഹാഷ്മി. യെസ്, അഭിജിത്ത് മുഴക്കുന്നാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത്. ഓർമ്മയുണ്ട്, കിളുവല്ലൂരിൽ ഇതുപോലൊരു സൈനികനെയും സഹോദരനെ മർദ്ദിച്ച് അവശനാക്കിയ വാർത്തയൊക്കെ അധിക നാളായിട്ടില്ല വന്നിട്ട് അതാ ഇപ്പോൾ മറ്റൊരു സൈനികനെ തോളലിൽ തെറ്റും വരെ ഇടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് നിജസ്ഥിതി എന്ന അന്വേഷണത്തിൽ തെളിയട്ടെ. പെരുമ്പാവൂർ രായമംഗലത്ത് പ്ലൈവുഡ് കമ്പനിയിൽ തീപിടുത്തം. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് അപകടമുണ്ടായത്. കുട്ടിയിട്ടിരുന്ന അവശിഷ്ടങ്ങൾക്കാണ് തീ പിടിച്ചത്. തീ അണയ്ക്കാൻ ശ്രമം തുടരുകയുമാണ്. യെസ്, ശ്യാംകുമാർ ചേർന്നു. ശ്യാം, കൊടുംചൂടാണ് തീപിടുത്തത്തിന് അതൊരു കാരണമായിട്ടുണ്ടാകാം അല്ലേ? രായമംഗലം പീച്ചരാമുകളിലുള്ള പ്ലൈ വേൾഡ് എന്ന് പറയുന്ന ഫാക്ടറിയിലാണ് തീപിടുത്തം ഉണ്ടായത്. അവിടെ ഈ നിർമ്മാണത്തിന് ശേഷം കൂട്ടിയിട്ടിരുന്ന വേസ്റ്റിൽ തീപിടിച്ചതാണ് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അത് ആളിക്കത്തിയതോടെയാണ് 2 ഫയർ യൂണിറ്റുകൾ ഇപ്പോൾ എത്തി അവിടെ തീയണയ്ക്കാൻ ശ്രമിക്കുന്നത്. പെരുമ്പാവൂരിൽ നിന്നാണ് ഫയർ യൂണിറ്റുകൾ എത്തിയിരിക്കുന്നത്. തൊട്ടടുത്തെല്ലാം ഫ്ലൈവുഡിൻ്റെ തന്നെ കമ്പനികൾ പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ തീ മറ്റിടങ്ങളിലേക്ക് ബാധിക്കാതിരിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ എടുക്കുന്നത്. കൂടുതൽ ഫയർ യൂണിറ്റുകൾ അവിടെ എത്തുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ തീ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗസ്ഥർ. ശ്യാംകുമാറാണ് പ്ലൈവുഡ് കമ്പനിക്ക് പുറത്ത് കൂട്ടിയിട്ടിരുന്ന പ്ലൈവുഡിന് തീപിടിച്ച അണയ്ക്കാനുള്ള നീക്കങ്ങൾ നടക്കുകയാണ് ആ വാർത്ത നൽകിയത്. ഇനി സ്പോർട്സ് വാർത്തകൾ. ലീഗ് ഫുട്ബോളിൽ ഇന്ന് ഗോകുലം കേരള FC റിയൽ കാശ്മീർ FC പോരാട്ടം. രാത്രി 7-ന് കോഴിക്കോട് EMS സ്റ്റേഡിയത്തിലാണ് മത്സരം. ലീഗിൽ നിലവിൽ ഗോകുലം 4-ാം സ്ഥാനത്തും റിയൽ കാശ്മീർ 2-ാം സ്ഥാനത്തുമാണ്. ലീഗിൽ വമ്പൻ തിരിച്ചുവരവ് നടത്തി 2-ാം സ്ഥാനത്തെത്തി നിൽക്കെ തുടർച്ചയായി 2 തോൽവികൾ നേരിട്ടതാണ്
മലബാറിയൻസിന് വിനയായത്. ലീഗിലേക്ക് ഇനി തിരിച്ചു വരാൻ ഗോകുലത്തിന് ഇന്നത്തെ മത്സരത്തിൽ ജയം അനിവാര്യമാണ്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ ഡബിൾസിൽ കിരീടം തേടി സാത്വിക് ചിരാഗ് സഖ്യം ഇന്നിറങ്ങും. വൈകിട്ട് 7:20 നടക്കുന്ന മത്സരത്തിൽ തായ്വൻ ജോഡിയാണ് എതിരാളികൾ. രണ്ടാം കിരീടം ലക്ഷ്യമിട്ടാണ് സാത്വിക് ചിരാഗ് സഖ്യം ഇറങ്ങുക. ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ ഇന്ത്യ വീണ്ടും ഒന്നാമത്. ഇംഗ്ലണ്ടിനെതിരായ പരമ്പര നേട്ടമാണ് ഓസ്ട്രേലിയയെ മറികടന്ന് മുന്നിലെത്താൻ ഇന്ത്യക്ക് സഹായകരമായത്. 122 റേറ്റിംഗുമാണ് ഇന്ത്യ ഒന്നാമതുള്ളത്. രണ്ടാമതുള്ള ഓസ്ട്രേലിയക്ക് 117, മൂന്നാമതുള്ള ഇംഗ്ലണ്ടിന് 111 റേറ്റിംഗ് ഉണ്ട്. ഏകദിന 2020 റാങ്കിങ്ങുകളിൽ ഇന്ത്യയാണ് മുന്നിൽ. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പോയിന്റ് പട്ടികയിലും ഇന്ത്യയുടെ ആധിപത്യമാണ്. ഇവിടെ പ്രേക്ഷകർ ജാസ്മിൻ പറയുകയാണ്, ഹാഷ്മി അനിയൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്, പേര് അഹിയ, ഒരു ഹാപ്പി ബർത്ത്ഡേ പറയാമോ, അവൻ TV-യുടെ മുന്നിൽ ഇരിക്കുന്നുണ്ട്, ഇത് വായിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ അഹിയ പറഞ്ഞു. ഒരു പ്രേക്ഷകൻ എന്താണ്ട് നമ്മുടെ ജോസ്വിൻ ജോസഫ് ചോദിക്കുന്നുണ്ടായിരുന്നു, മഴയ്ക്ക് വല്ല ചാൻസ് ഉണ്ടോ, കൊടിയ ചൂടാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് ഇടയ്ക്ക് 1-2 മഴ എവിടെയൊക്കെ പെയ്യുന്നുണ്ടെന്നല്ലാതെ അങ്ങനെ വ്യാപകമായ മഴയൊന്നും പെയ്യുന്നില്ല. മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അതിഭീകര മഴയല്ല, അത്യാവശ്യം കൊള്ളാവുന്ന മഴ പെയ്യട്ടെ. റീന സതീശൻ പറയുകയാണ്, ഹാഷ്മി നമ്മുടെ ചാനലിന് അസൂയക്കാരും ഹാഷ്മിക്ക് ശത്രുക്കളും കൂടുന്നുണ്ട്, ഓൺലൈൻ ഡീഗ്രേഡിങ്ങിന് നല്ലോണം നടക്കുന്നുണ്ട്, നിഷ്പക്ഷത ഇത്രയും മൂർച്ചേറിയ ആയുധമാണെന്ന് ഇപ്പോൾ മനസ്സിലായി എന്ന് പറയുകയാണ്. നമ്മുടെ വാർത്തയിൽ സത്യസന്ധത പാലിക്കുക, നിഷ്പക്ഷത പാലിക്കുക, ശക്തമായി മുന്നോട്ട് പോവുക, സത്യത്തിനൊപ്പം നേരിനൊപ്പം നീതിക്കൊപ്പം നിൽക്കുക, ബാക്കിയൊക്കെ അതിൻ്റെ വഴി പോകുന്നേ, അതിലെ കഥയൊന്നുമില്ല. സുനിൽ ടി വാര്യർ പറയുന്നുണ്ട്, മഴ വേണ്ടവർ ഇങ്ങോട്ട് പോരുക, കുറച്ച് ദൂരമുണ്ട്, UK കേട്ടോ. മഴ മാത്രമല്ല തണുപ്പുണ്ട്, കുറച്ച് ചൂട് അങ്ങോട്ട് പോകുമ്പോൾ കൊണ്ടുകൊടുത്താൽ നന്നായിരുന്നു, അധികം വേണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെയൊക്കെ നല്ല മഴയുണ്ട്, ഇവിടെ ചൂട്, ഇവിടെ പെരിഞ്ചൂട്. മാത്രമല്ല UAE നല്ല മഴ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്ന് കേട്ടല്ലോ. ഷാന് പറയുന്നുണ്ട്, ഹാപ്പി അഡ്വാൻസ് റംസാൻ വിഷസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ്, റംസാനെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് ഇസ്ലാം മത വിശ്വാസികൾ. റംസാൻ ഒരുക്കത്തിൻ്റെ ഭാഗമായി നനച്ചുളി എന്നൊരു ചടങ്ങുണ്ട് വിശ്വാസികൾക്കിടയിൽ. എന്താണെന്നല്ലേ കാണാം. റംസാന് മുന്നോടിയായി ഒരു മാസത്തെ നോമ്പ് തുറക്കും അത്താഴത്തിനും ആവശ്യമായ വിഭവങ്ങൾ ശേഖരിക്കലാണ് ഒരു ഭാഗത്ത് നടക്കുന്നത്. മറുവശത്ത് ശുചീകരണ പ്രവൃത്തിയും. വീടുകളിലെ ഫർണിച്ചറുകൾ, വാതിലുകൾ, ജനലുകൾ, ഉപകരണങ്ങൾ തുടങ്ങി വീട് മുഴുവൻ വൃത്തിയാക്കും. പൊതു അവധി ദിവസമാണ് ശുചീകരണത്തിനായി തിരഞ്ഞെടുക്കുന്നത്. പ്രായമായവരും കുട്ടികളും എല്ലാവരും ഇതിൽ പങ്കാളികളാകും. നനച്ചുളി എന്നാണ് ഒരു ദിവസത്തെ ഈ ശുചീകരണ പ്രവൃത്തിയുടെ പേര്. റമദാനിൻ്റെ മുന്നോടിയായിട്ട് ഒരു വീടും പരിസരമൊക്കെ വൃത്തിയായിട്ട് കൈ നന്നാക്കി ഒരു നനച്ചുളി എന്ന് പറയും നമ്മുടെ നാട്ടിലൊക്കെ, അതിൻ്റെ ഒരു പരിപാടിയാണ്. പള്ളിയുടെ മുഖം മിനുക്കലും കാർപ്പറ്റുകൾ മാറ്റലും ഉൾപ്പെടെയുള്ള പ്രവൃത്തികളും തകൃതിയായി നടക്കുന്നുണ്ട്. വിവിധ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമങ്ങൾ നടത്താനുള്ള തയ്യാറെടുപ്പുകളും പുരോഗമിക്കുന്നുണ്ട്. 24 മലപ്പുറം. ആലപ്പുഴയിൽ കൺസ്യൂമർ ഫെഡിന്റെ വിദേശ മദ്യ ഷോപ്പിൽ നിന്നും 1.5 ലക്ഷം രൂപയും 34 കുപ്പി മദ്യവും കാണാനില്ല. റീജിയണൽ മാനേജരും CITU കൺസ്യൂമർ വർക്കേഴ്സ് അസോസിയേഷൻ നേതാവുമായ P സുനിലാണ് പണം മാറ്റിയതെന്ന് ജീവനക്കാർ ആരോപിക്കുന്നു. എന്നാൽ ആരോപണം സുനിൽ നിഷേധിച്ചു. കൺസ്യൂമർ ഫെഡ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. രഹസ്യവിവരത്തെ തുടർന്ന് 2 ദിവസം മുൻപ് കൺസ്യൂമർ ഫെഡ് ഇൻസ്പെക്ഷൻ വിംഗ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ആലപ്പുഴ ബോട്ട് ജെട്ടിയിലെ വിദേശ മദ്യ ഷോപ്പിൽ വ്യാപക ക്രമക്കേട് കണ്ടെത്തിയത്. പ്രീമിയം കൗണ്ടർ അടക്കമുള്ള ഷോപ്പിൽ ആകെ 12 ജീവനക്കാരും മാനേജരുമാണുള്ളത്. 1 മാസത്തിലധികമായി മാനേജർ അവധിയിലാണ്. ബില്ലിനത്തിൽ കുറവ് കണ്ടെത്തിയ പണം റീജിയണൽ മാനേജർ P സുനിൽ വീട് പണിക്ക് വേണ്ടി മറിച്ചതാണെന്നാണ് മറ്റു ജീവനക്കാർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. CITU കൺസ്യൂമർ വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നേതാവും പുന്നപ്രയിലെ CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമാണ് P സുനിൽ. കണക്കിലുള്ള 34 കുപ്പി മുന്തിയ ഇനം മദ്യമാണ് കാണാതായത്. ഇത് എങ്ങനെ നഷ്ടമായി എന്നത് സംബന്ധിച്ച വിശദീകരണവും ജീവനക്കാർ നൽകിയിട്ടില്ല. ക്രമക്കേട് കണ്ടെത്തിയതോടെ പണം തിരികെ നൽകി ഒതുക്കി തീർക്കാൻ നീക്കമുണ്ടായെന്നും വകുപ്പുതല നടപടി ഒഴിവാക്കാൻ പാർട്ടി ഇടപെട്ടെന്നുമാണ് ആരോപണം. വിദേശ മദ്യ നിർമ്മാതാക്കൾ നൽകുന്ന കമ്മീഷൻ വീതം വെക്കുന്നതിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് ക്രമക്കേട് പുറത്തുവന്നത്. നഷ്ടമായ തുക താൻ എടുത്തിട്ടില്ലെന്നും സംഭവത്തിൽ അന്വേഷണം നടക്കട്ടെയെന്നും ആരോപണ വിധേയനായ P സുനിൽ 24നോട് പ്രതികരിച്ചു. 24 ആലപ്പുഴ. ഇടുക്കി കാഞ്ചിയാറിലെ ഇരട്ടക്കൊലപാതകത്തിൽ തറ കുഴിച്ചുള്ള പരിശോധനയിൽ വിജയന്റേതെന്ന് സംശയിക്കുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങി. വസ്ത്രത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. വിവരങ്ങളുമായി രാഹുൽ വിജയൻ. അതിനു മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാക്കുകളിലേക്ക്, നേരിട്ട് കണ്ടയാളാണ്, പഞ്ചായത്ത് പ്രസിഡന്റ് വാക്കുകളിലേക്ക്. ധരിച്ചിരിക്കുന്നത് 3 മടങ്ങി ഒരു ചെറിയ കുഴിയിൽ ഒരു കാർഡ്ബോർഡ് കൂടിനകത്ത് പാൻറ് ഷർട്ടും ധരിച്ചാണ് കാണപ്പെട്ടത് മൃതദേഹം. കാർഡ്ബോർഡ് കൂടിനകത്ത് സെല്ലോ ടോപ്പൊക്കെ ഒട്ടിച്ച് പാൻറ് ഷർട്ടും ധരിച്ചിട്ടുണ്ട്. പിന്നെ അഴുകിയ നിലയിലാണ് മൃതദേഹം കാണപ്പെടുന്നത്.
രാഹുൽ വിജയൻ ചെയ്തു. രാഹുൽ, അപ്പോൾ കാർഡ്ബോർഡ് പെട്ടിയിൽ ചവിട്ടിക്കൂട്ടി ഇറക്കി വെച്ചതാണ് എന്ന് പോലീസ് സംശയിക്കുകയാണല്ലേ? ഈ കാർഡ്ബോർഡ് പെട്ടിക്കകത്ത് 3 മടങ്ങിയ നിലയിലായിരുന്നു മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് പറയുകയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഇതൊരു കാർഡ്ബോർഡ് പെട്ടിക്കകത്ത് സാധാരണ രീതിയിലല്ല, കാർഡ്ബോർഡ് പെട്ടിക്കകത്താക്കി അത് സെല്ലോ ടേപ്പ് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് അത് കൃത്യമായി മൂടിയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളും പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് രാവിലെ തെളിവെടുപ്പ് തുടങ്ങിയപ്പോൾ മുതൽ ഈ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ ഇവിടെ ഉണ്ട് താനും. ഈ തെളിവെടുപ്പിന്റെ സമയത്തൊക്കെ ഈ പ്രതി നിതീഷ് എങ്ങനെയാണ് പോലീസിനോട് പെരുമാറിയത്, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുത്തു. എന്താണ് അവിടെ സംഭവിച്ചത്? അത് കുറ്റകൃത്യം ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് തന്നെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൊല്ലാൻ ഉപയോഗിച്ച ചുറ്റിക കാണിച്ചു കൊടുത്തു. ചുറ്റി ഉപയോഗിച്ചാൽ കൊന്നെന്നാണ് പറഞ്ഞത്. സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്തായിരുന്നു. കുഴിച്ചിട്ട സ്ഥലം കാണിച്ചു കൊടുത്തു. ഏതെങ്കിലും ഭാവമാറ്റം ഉണ്ടായിരുന്നോ? ഇല്ല, അതൊരു പാവത്താനെ പോലെ തന്നെ ഇരിക്കുന്നു. കണ്ടാൽ നമുക്ക് ആർക്കും പെട്ടെന്ന് ഇങ്ങനെ ഒരു കൊലയാളിയാണെന്ന് തോന്നിക്കത്തില്ലാത്ത രീതിയിലുള്ളൊരു പെരുമാറ്റം. സൗമ്യനായിട്ട് തന്നെയാണ്. എന്തായാലും യാതൊരു തരത്തിലുള്ള എതിർപ്പും ഈ തെളിവെടുപ്പിന്റെ സമയത്ത് പോലീസിനോട് ഈ പ്രതി കാണിച്ചിട്ടില്ല എന്നുള്ളതും മനസ്സിലാകുന്നുണ്ട്. 3 അടി വലുപ്പമുള്ളൊരു കുഴിയാണ്. ആ കുഴിക്കകത്താണ് കാർഡ്ബോർഡ് പെട്ടിക്കകത്താക്കി ഈ മൃതദേഹം ഇറക്കി വെച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് 3 മടക്കിയ നിലയിലായിരുന്നു. ഇപ്പോൾ എന്തായാലും ഫോറൻസിക് വിഭാഗം ഈ മൃതദേഹാവശിഷ്ടങ്ങൾ പുറത്തെടുത്തിട്ടുണ്ട്, പൂർണ്ണമായും പുറത്തെടുത്തിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മൃതദേഹത്തിനായിട്ട് ഒരുപക്ഷെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. ഇനി ഇവിടെ വെച്ചാണോ പോസ്റ്റ്മോർട്ടം നടപടി ഉണ്ടാവുക എന്നുള്ള കാര്യത്തിലും ഇത് വ്യക്തത കുറവുണ്ട്. എന്തായാലും മറ്റ് ഫോറൻസിക്കിന്റെ മറ്റ് നടപടികളുമായി ബന്ധപ്പെട്ട് DNA പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് മൃതദേഹാവശിഷ്ടങ്ങൾ കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും ഇവിടുത്തെ നടപടിക്രമങ്ങൾ ഏറെക്കുറെ അവസാനിക്കാൻ പോവുകയാണ്. അതിനുശേഷം ഇന്ന് തന്നെ ഈ കട്ടപ്പനയിലെ കട്ടപ്പന നഗരത്തോട് ചേർന്ന മറ്റൊരു വീട്ടിൽ നവജാത ശിശുവിന്റെ മൃതദേഹവും കുഴിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അവിടെ ഇന്നും പരിശോധന നടത്തും. ഈ സംവിധാനങ്ങളെല്ലാം ഇന്നുകൊണ്ട് തന്നെ ഈ പരിശോധന നടത്തി ആ കുഞ്ഞിന്റെ മൃതദേഹാവശിഷ്ടങ്ങളും പുറത്തെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം തന്നെയാണ് നടത്തുന്നത് എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ എന്തായാലും ഇവിടെ നിന്ന് ഈ കാഞ്ചിയാറിലെ വീട്ടിൽ നിന്ന് മനുഷ്യന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് കൊല്ലപ്പെട്ടു എന്ന് കരുതുന്ന, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന് പോലീസ് പറയുന്ന, അല്ലെങ്കിൽ നിതീഷ് മൊഴി നൽകിയിരിക്കുന്ന, കൊലപ്പെടുത്തിയെന്ന് മൊഴി നൽകിയിരിക്കുന്ന വിജയന്റേത് തന്നെ എന്ന് തന്നെയാണ് കരുതുന്നതും. അങ്ങനെ തന്നെയാണ് പോലീസിന്റെ നിഗമനവും. സമയം 2:22:36 തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം വൈകിട്ട്. ബംഗാളിൽ 42 സ്ഥാനാർത്ഥികളെന്നാണ് വിവരം. MP നുസ്രത് ജഹാൻ പട്ടികയിൽ ഇടം നേടിയിട്ടില്ല എന്നാണ് സൂചന. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ തൃണമൂൽ കോൺഗ്രസിന്റെ മെഗാ റാലി തുടരുകയാണ്. വിവരങ്ങളുമായി രാധാകൃഷ്ണൻ. TMC ഒറ്റയ്ക്ക് തന്നെയാണ് മത്സരിക്കുന്നതെന്ന് 100% ഉറപ്പിക്കാം. വങ്കനാടിൽ ഇന്ത്യ സഖ്യം ഉണ്ടാകില്ല എന്നതിന്റെ സൂചന നൽകിക്കൊണ്ടാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ വക്താക്കൾ ഇക്കാര്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ നൽകുന്നത്. ഇതനുസരിച്ച് 42 സ്ഥാനാർത്ഥികളെയും നിർത്താനായിട്ട് മമതാ ബാനർജി നിർദ്ദേശിച്ചു എന്ന് അറിയുന്നു. ആദ്യഘട്ട പട്ടിക ഇന്ന് തന്നെ പ്രഖ്യാപിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നുസ്രത് ജഹാൻ, അവർക്ക് ഇത്തവണ സീറ്റ് ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിധത്തിലാണ് ചർച്ചകൾ പൂർത്തിയായിരിക്കുന്നത്. മമതാ ബാനർജിയെ സംബന്ധിച്ച് ഇന്ന് രാവിലെ മുതൽ തന്നെ ബ്രിഗേഡ് ഗ്രൗണ്ടിൽ നടക്കുന്ന റാലിയുടെ ഭാഗമായിട്ട് വലിയ രീതിയിൽ രാഷ്ട്രീയമായിട്ടുള്ള ആക്രമണങ്ങൾ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും BJPക്കെതിരെയും മമതാ ബാനർജി തൊടുക്കുന്നുണ്ട്. രാജ്യത്ത് നിന്ന് മതനിരപേക്ഷത ഉറപ്പാക്കണമെന്നുണ്ടെങ്കിൽ BJPയെ തടയേണ്ടത് അനിവാര്യമാണ് എന്നതാണ് പ്രധാനമായിട്ടും മമതാ ബാനർജി പറയുന്നത്. നമുക്കറിയാവുന്നതുപോലെ വലിയ പ്രചരണ പരിപാടികൾ പശ്ചിമ ബംഗാളിൻ്റെ എല്ലാ മേഖലകളിലും BJP ഇപ്പോൾ നടത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിനെ തടയിടുക എന്നുള്ള ലക്ഷ്യം കൂടി മമതാ ബാനർജിയുടെ ഇന്നത്തെ നിലപാടുകൾക്ക് ഉണ്ട്. 42 പേരെയും മത്സരിപ്പിക്കാൻ, 42 സീറ്റുകളിൽ മത്സരിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി കോൺഗ്രസിൻ്റെയും CPMൻ്റെയും പ്രതികരണം ഇക്കാര്യത്തിൽ നിർണായകമാകും. ഓക്കെ. രാധാകൃഷ്ണൻ, ബ്രിഗേഡ് ഗ്രൗണ്ടിൽ അവരുടെ റാലി നടക്കുന്നു. അതിനിടയിൽ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനമടക്കം അതങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാത്ത ഭരണാധികാരിയോടുള്ള പ്രതിഷേധ സൂചകമായി സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി കുടിവെള്ളം വിതരണം ചെയ്ത യുവാവ്. പാലക്കാട് പല്ലശ്ശനയിലാണ് വ്യത്യസ്തമായ പ്രതിഷേധം നടന്നത്. മേഖലയിലെ 60ഓളം കുടുംബങ്ങൾക്കാണ് പറക്കളം സ്വദേശി സുധീർ കുടിവെള്ളം എത്തിച്ചു നൽകിയത്. ഒന്നും രണ്ടുമല്ല, പലകുറി വാർഡ് മെമ്പറെയും പഞ്ചായത്ത് അധികൃതരെയും രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തെക്കുറിച്ച് അറിയിച്ചു. പലയിടത്തും പരാതിയും നൽകി. ഒരു നടപടിയും ഉണ്ടായില്ല. ഇതോടെയാണ് പ്രതിഷേധ സൂചകമായി സ്വന്തം കയ്യിൽ നിന്ന് പണം ചിലവാക്കി ടാങ്കറിൽ വെള്ളം എത്തിച്ച് പ്രദേശത്തെ കുടുംബങ്ങൾക്ക് നൽകിയത്. ഇത് കണ്ടിട്ടെങ്കിലും അധികൃതരുടെ കണ്ണ് തുറക്കണമെന്നാണ് സുധീർ പറയുന്നത്. പല്ലശ്ശന ഗ്രാമപഞ്ചായത്തിലെ പാറക്കളം പ്രദേശത്താണത്. 5-ാം വാർഡും 7-ാം വാർഡും ഏകദേശം ഭാഗികമായിട്ട് നിൽക്കുന്ന ഈ പ്രദേശത്ത്
കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് തന്നെ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു കുടിവെള്ള വിതരണം നടത്തുന്നത്. ഒരു പ്രതിഷേധ രൂപത്തിൽ തന്നെയാണ്. ഈ പ്രതിഷേധം കണ്ടിട്ടെങ്കിലും ഭരണകർത്താക്കളോ പഞ്ചായത്ത് മെമ്പറോ ഇവിടെ കുടിവെള്ളം എടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. വേനൽ കനത്തപ്പോൾ പ്രദേശത്തെ കുടിവെള്ള പദ്ധതികളിൽ ജലനിരപ്പ് താഴ്ന്നു. കഴിഞ്ഞ 2 വർഷമായി സമാന സാഹചര്യമാണ്. പല കുടുംബങ്ങളും പണം നൽകിയാണ് വെള്ളം വാങ്ങുന്നത്. ഇതിനിടെയാണ് സുധീറിന്റെ പ്രതിഷേധം. 24 പാലക്കാട്. പാലക്കാട് ഓൺലൈൻ ജോലി വാഗ്ദാനം ചെയ്ത് വീട്ടമ്മയിൽ നിന്ന് 10 ലക്ഷം തട്ടിയെടുത്ത യുവാവ് അറസ്റ്റിൽ. കൊടുവായൂർ സ്വദേശി സായിദാസാണ് പിടിയിലായത്. തട്ടിപ്പ് സംഘത്തിലെ കൂടുതൽ പേർ പിടിയിലാകാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു. വീട്ടിലിരുന്ന് ഗൂഗിൾ മാപ്പ് റിവ്യൂ റേറ്റിംഗ് ചെയ്ത് വരുമാനമുണ്ടാക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. 10 ലക്ഷം രൂപയാണ് വീട്ടമ്മയിൽ നിന്ന് തട്ടിയെടുത്തത്. പിടിയിലായ കൊടുവായൂർ സ്വദേശി സായിദാസ് തട്ടിപ്പ് ശൃംഖലയിലെ ഒരു കണ്ണി മാത്രമാണ്. ഇയാളാണ് തട്ടിപ്പിലൂടെ കൈക്കലാക്കുന്ന പണം നിക്ഷേപിക്കുന്ന അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തിരുന്നത്. വ്യാജ വ്യാപാര സ്ഥാപനത്തിന്റെ മറവിൽ വിവിധ ബാങ്കുകളിൽ അക്കൗണ്ട് തുറന്ന് തട്ടിപ്പ് സംഘത്തിന് കൈമാറി കമ്മീഷൻ കൈപ്പറ്റുന്നതാണ് പ്രതിയുടെ രീതി. അടുത്ത ദിവസങ്ങളിലായി 3.5 കോടിയോളം രൂപ ഈ അക്കൗണ്ട് വഴി കൈകാര്യം ചെയ്തുവെന്നാണ് കണ്ടെത്തൽ. നിരവധി പേർ സംഘത്തിന്റെ തട്ടിപ്പിനിരയായെന്നാണ് സൈബർ ക്രൈം വിഭാഗത്തിന് ലഭിച്ച സൂചന. മുഖ്യ തട്ടിപ്പുകാരിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. 24 പാലക്കാട്. ദിനേശ് ഒരുപാട് പറയുകയാണ്. ഹാഷ്മി, രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച സൈനികൻ ജോസഫ് ഹെൻറിയുടെ 20ാം ഓർമ്മദിനം നാളെ ആലപ്പുഴ സൈനിക കൂട്ടായ്മ സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പചക്രം അർപ്പിച്ച് അനുസ്മരിക്കും. മാതാവിനെ ആദരിക്കുമെന്ന് പറയുകയാണ്. ജോസഫ് ഹെൻറിയുടെ ഓർമ്മകൾക്ക് ആദരം. കാണാതായ പിതാവിനെ തേടി മലയാളി കുടുംബം ചെന്നൈയിലെത്തിയിട്ട് 2 മാസം പിന്നിടുന്നു. മലപ്പുറം സ്വദേശി 74-കാരൻ നരിപ്പറ്റ വീട്ടിൽ അലവിയാണ് ചെന്നൈയിൽ നിന്ന് കാണാതായത്. ഇദ്ദേഹത്തെ കണ്ടെത്താനുള്ള കുടുംബത്തിന്റെ ശ്രമം ഇപ്പോഴും ഫലം കാണുന്നില്ല. മകളുടെ ജോലി ആവശ്യത്തിനായാണ് അലവി ചെന്നൈ മേടവാക്കത്തെത്തിയത്. ജനുവരി 6 വൈകിട്ട് 3:30 വാഹനത്തിൽ നിന്നും സാധനങ്ങൾ ഇറക്കുന്നതിനിടെ അലവിയെ കാണാതായി. ഫോൺ ചെയ്തപ്പോൾ അടുത്ത പള്ളിയിലുണ്ടെന്നും വേഗം എത്തുമെന്നും മറുപടി. പിന്നീട് അന്വേഷിച്ചെങ്കിലും അലവിയെ കണ്ടെത്താൻ സാധിച്ചില്ല. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലും. ജനുവരി 7 രാവിലെ മേടവാക്കത്ത് നിന്നും ഓട്ടോയിൽ കയറുന്ന CCTV ദൃശ്യങ്ങളാണ് ഒടുവിൽ ലഭിച്ചത്. ഈ ഓട്ടോ ഡ്രൈവറെ കണ്ടെത്തിയെങ്കിലും കാര്യമായ വിവരങ്ങളൊന്നും ലഭിച്ചില്ല. മേടവാക്കം പോലീസിലും കമ്മീഷണർ ഓഫീസിലുമെല്ലാം കുടുംബം പരാതി നൽകി. എന്നാൽ ഇതുവരെ ആളെ കണ്ടെത്താനായില്ല. ഡെയിലി രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും. ഇങ്ങനെ ഫാദറിനെ അന്വേഷിച്ചിട്ട് പല ഏരിയകളിലും, ഇങ്ങനെ വെള്ളച്ചേരി, ഗിണ്ടി, പല ഏരിയകളിലും പോകും. പിന്നെ ട്രെയിനുകളായി ലോക്കൽ ട്രെയിനിൽ കയറി ഒരുപാട് സ്ഥലങ്ങൾ അന്വേഷിച്ചു. പിന്നെ ഓർഫനേജുകളിൽ നോക്കി. ഇതുവരെ ഒരു വ്യക്തമായ ഒരു തീരുമാനങ്ങളോ അറിയിപ്പോ ഒന്നും കിട്ടിയിട്ടില്ല. ഓർമ്മക്കുറവുള്ള ആളാണ് അലവി. ഫോൺ സ്വിച്ച് ഓഫ് ആയതിനാൽ ട്രാക്ക് ചെയ്യാനും സാധിക്കുന്നില്ല. ചെന്നൈയുടെ വിവിധയിടങ്ങളിൽ അലവിയെ കാണാനില്ലെന്ന് കാണിച്ച പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ട്. മലയാളി സംഘടനകളും സജീവമായി രംഗത്തുണ്ട്. പിതാവിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അറിയിക്കണമെന്ന അപേക്ഷ മാത്രമാണ് ഈ കുടുംബത്തിനുള്ളത്. 24 ചെന്നൈ. വലിയ വേദനാജനകമായ തെരച്ചിലാണത്. ഇപ്പോൾ എത്രയും പെട്ടെന്ന് കാണാതായ പിതാവിനെ കുറിച്ച് ആ മകന് ഒരു ക്ലാരിറ്റി ഉണ്ടാവട്ടെ എത്രയും പെട്ടെന്ന്. ഇനിയിപ്പോഴത്തെ കാലാവസ്ഥ നോക്കാം. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. TMCയുടെ സ്ഥാനാർത്ഥി പട്ടിക ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതോടെ സയോണി ഘോഷ് TMC ടിക്കറ്റിൽ മത്സരിക്കും. ഡയമണ്ട് ഹാർബറിൽ നിന്നും അഭിഷേക് ബാനർജി, മഹുവ മൊയ്ത്ര കൃഷ്ണനഗറിൽ നിന്നും മത്സരിക്കും. മഹുവ മൊയ്ത്രയ്ക്കെതിരെ വലിയ വേട്ട, രാഷ്ട്രീയ വേട്ട എന്നാരോപിക്കപ്പെടുന്ന സംഗതികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മഹുവ മൊയ്ത്ര കൈവിടുന്നില്ല മമതാ ബാനർജി. മഹുവ മൊയ്ത്ര അവിടെ കൃഷ്ണനഗറിൽ നിന്ന് വീണ്ടും മത്സരിക്കുന്നു. അപ്പോൾ അങ്ങനെ TMCയുടെ അവിടെ ബ്രിഗേഡ് ഗ്രൗണ്ടിൽ വലിയ റാലിയൊക്കെ പുരോഗമിക്കുകയാണ്. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം, അതിൻ്റെ ഇലക്ഷൻ പ്രചരണ തിരക്കിലേക്കൊക്കെ പൂർണ്ണമായി തന്നെ രാജ്യം കേരളവും കടക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ 1.5 മണിക്കൂർ നീളുന്ന വാർത്തായാത്ര തൽക്കാലം പൂർണ്ണമാവും. നമ്മളിനി കാണുക ഇന്ന് വൈകിട്ട് 8 മണിക്ക് എൻകൗണ്ടറിലാണ്.